ജീവിതത്തിൽ ഞാൻ രണ്ട് തരത്തിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒന്ന്, എൻ്റെ മുമ്പിൽ ഓഡിയൻസ് ഉള്ള ക്ലാസ്. അതായത് നമ്മളിപ്പോൾ ഒരു പള്ളിയിലോ ഒരു കോളേജിലോ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലോ ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ മുമ്പിൽ ഓഡിയൻസ് ഉണ്ടാവും. അതുകൊണ്ടൊരു വലിയ ഗുണമുണ്ട്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർ ഏത് പ്രായക്കാരാണ്, ഏത് സെക്സുകാരാണ്, എന്ത് വിദ്യാഭ്യാസമുണ്ട്, ഏത് മതം, ഏത് ജാതി, ഏത് ഭാഷ എന്നൊക്കെ അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറിക്കൊണ്ട് സംസാരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പൊതുവെ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. പ്രിപ്പയർഡ് ആണെങ്കിൽ ഭംഗിയായിട്ട് എടുത്തു പോകാം. 28 വർഷമായിട്ട് ഞാനത് ചെയ്യുന്നു. രണ്ടാമത് എടുക്കുന്ന ക്ലാസ് ഇപ്പം നിങ്ങളോട് എടുക്കുന്ന ക്ലാസ്സാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കുന്ന, എൻ്റെ മുമ്പിൽ ഓഡിയൻസ് ഇല്ല. എന്നാൽ ഇത് അപ്ലോഡ് ആകുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ഓഡിയൻസ് ആരാന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധരായവർ വരെ ഈ കൂട്ടത്തിൽ കാണും. പല മതക്കാർ കാണും, പല ജാതിക്കാർ കാണും, പല ഭാഷക്കാർ കാണും, പല സെക്സുകാർ കാണും, ഇനി അല്ലെങ്കിൽ പല തരത്തിൽ വിദ്യാഭ്യാസമുള്ളവർ കാണും, ചിലപ്പോൾ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവർ കാണും. എനിക്കൊരു കാര്യം അറിയാം, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. കാരണം നിങ്ങൾ എന്നെക്കാളും അറിവുള്ള ആളായിരിക്കാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ ആണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. കാരണം ഒരുപക്ഷെ നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ പ്രായമുള്ളവരാണ്, അപ്പോൾ അനുഭവ അറിവ് കുറച്ച് കൂടുതലുണ്ടാകും. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ പഠിച്ചവരാണ്, അപ്പം പഠനം, അതായത് ട്യൂഷനും ഇൻഡ്യൂഷനും കൂടുതലുള്ള ആളെന്ന് ചുരുക്കം. എന്താ ട്യൂഷൻ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ട്യൂഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചറിവാണ്, അത് നിങ്ങൾക്കാണ് കൂടുതൽ. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്വയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഈ സൂപ്പർ നാച്ചുറൽ പവർ നമുക്ക് തരുന്ന അറിവ്. തീർച്ചയായും നിങ്ങൾ ദൈവവുമായി കൂടുതൽ അടുപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾക്കാണ് അറിവ് കൂടുതൽ. എന്തിനാ മാരിവിപ്പ് ഇതൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോ ആരെയും കുറ്റം പിരിക്കാനല്ല, ആരുടെയും തെറ്റ് തിരുത്താനും അല്ല. എനിക്കറിയാവുന്ന കുറേ ആശയങ്ങളും അറിവുകളും പങ്കിടുന്നു എന്നേ ഉള്ളൂ. പലപ്പോഴും ആളുകൾ കമൻ്റ് എഴുതുമ്പോഴേക്ക് എന്തോ എനിക്ക് അഹങ്കാരമാണെന്നും എനിക്ക് ധിക്കാരാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കമൻ്റ് ഇടും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഉള്ള കാര്യം പറയാം. കാര്യം എന്നെക്കാൾ അറിവുള്ളവരാണ് ഇത് കേൾക്കുന്നവരെന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേതെങ്കിലും മീഡിയ വഴി എന്നെ കേൾക്കുന്ന ആളുകൾ രണ്ട് തരത്തിലുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, ആമാശയത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ. ആമ പ്ലസ് ആശയം. ഞാനതിനെ കുറച്ചും കൂടെ നന്നായിട്ട് പറയാം. ആമാശയത്തിന് വേണ്ടി ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ അത്യാവശ്യത്തിനും ആവശ്യത്തിനും വേണ്ടി ജീവിക്കുന്നവർ. ഒരുപാട് മനുഷ്യർക്ക് ജീവിതത്തിൽ അത്യാവശ്യങ്ങൾ ഇതുവരെയും നിറവേറ്റിയിട്ടില്ല. അതായത് അത്യാവശ്യങ്ങളിൽ പെട്ടതാണ് നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം. ഇത് മൂന്നും ഇതുവരെയും ലഭിക്കാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരും വിചാരിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യത്തിനുണ്ടെന്നാണ്. ഇന്ന് പോലും വയനാട്ടിലെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് പട്ടിണി കിടക്കുന്ന കുടുംബങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാനിടയായിട്ടുണ്ട്. വളരെ സങ്കടമുണ്ട് അത് വായിച്ചു കഴിഞ്ഞപ്പം. അപ്പം 2018 പ്രളയത്തിൽ വീട് പോയിട്ട് 21ഓളം കുടുംബങ്ങൾ ഒരു കോളനിയിൽ ടാർപ്പാളി കെട്ടി തങ്ങുന്നത് ഒരാഴ്ച മുമ്പ് ഞാൻ പോയി കണ്ടതാണ്. എൻ്റെ മനസ്സിലെ നടുക്ക ഇപ്പോഴും മാറിയിട്ടില്ല 2018. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ അത്യാവശ്യങ്ങൾ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രസംഗങ്ങൾ കേൾക്കാനോ മോട്ടിവേഷൻ കേൾക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞു എന്ന് ചിന്തിക്കാനോ ഒന്നും സമയമില്ല. അവർക്ക് വൈകുന്നേരത്തെ ടെലിവിഷൻ ചാനലിലെ അന്ത്യചർച്ചകൾ കേൾക്കാനോ ആ സിനിമാ നടൻ എന്ത് പറ്റി, ഈ സിനിമാ നടൻ എന്ത് പറ്റി, AR റഹ്മാൻ എന്ത് പറ്റി, ഇതൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയമേ ഇല്ല. പാലക്കാട് ആര് ജയിച്ചു, വയനാട്ടിൽ ആര് ജയിച്ചു, ആലത്തൂർ അവസ്ഥ എന്താ, എവിടെ സമയം? അത്യാവശ്യത്തിന് വേണ്ടി, അനുദിന ആഹാരത്തിന് വേണ്ടി ഓടുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് എനിക്കറിയാവുന്നവർ. അവരൊരു പക്ഷേ അങ്ങനെ ഉള്ളവരോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നിപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് നിങ്ങൾക്ക് ഭയങ്കര ഗുണം ചെയ്യും. ഐ റിപ്പീറ്റ്, അത്യാവശ്യത്തിന് ജീവിത വ്യഗ്രതയുമായി ഓടുന്ന നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഭയങ്കര ഗുണം ചെയ്യും. അതിൻ്റെ കാരണം ഞാൻ ബൈബിളിലെ 2 വചനങ്ങളിൽ നിന്ന് വായിക്കാം. 2 പത്രോസ് 1:2-3. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 2-3. ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. എന്തായി പറഞ്ഞിരിക്കുന്നത്? നമ്മളിൽ കൃപയും സമാധാനവും വർദ്ധിക്കാൻ. കൃപയും സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ അത്യാവശ്യങ്ങളൊക്കെ നടക്കണം കേട്ടോ. ഒറ്റ വാക്കി പറഞ്ഞാൽ അത്യാവശ്യങ്ങളൊക്കെ നടക്കാനും നല്ല സമാധാനവും കൃപയും ഉണ്ടാകാൻ ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾക്കുണ്ടാകണം എന്ന് സാരം. യേശുവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെ അറിയുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് സമാധാനവും കൃപയും ഉണ്ടാകുമെന്ന് ചുരുക്കം. അടുത്ത അതിനോട് ചേർന്ന് 3-ാമത്തെ വാക്യം, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചിരിക്കുന്നവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ. അതൊന്നും കൂടെ വായിച്ചോട്ടെ. നമ്മളെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ. വിളിച്ചവനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ആരായി വിളിച്ചവൻ? യേശുവാണ്. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ
നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം. എന്താണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത്? നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതാണ് വസ്ത്രം, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതാണ് ആഹാരം, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതാണ് താമസ സ്ഥലം, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതാണ് മരുന്ന്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതാണ് ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അയൽവാസികൾ, കൂട്ട്, കുടുംബം, കമ്പനി, ബിസിനസ്, ജോലി, വിദേശം, പഠനം എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ പാല് വരെ, ഒന്നും കൂടെ പറഞ്ഞാൽ വീട്ടിലൊരു പശുവിനെ വരെ എന്ന് വേണമെങ്കിൽ ഞാനങ്ങ് പറയാം. ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് പറയാം, പക്ഷെ ചിന്തിക്കാൻ വേണ്ടി. എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മെ വിളിച്ചവനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് മൂലം, ശ്രദ്ധിക്കണേ, പൂർണ്ണമായ അറിവ് മൂലം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം, മാത്രമല്ല നിങ്ങളുടെ ഭക്തിക്ക് ആവശ്യമായതെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന് ആവശ്യമായത്, നിങ്ങളുടെ മനസ്സിന് ആവശ്യമായത്, നിങ്ങളുടെ വികാരങ്ങൾക്ക് ആവശ്യമായത്, നിങ്ങളുടെ വിചാരങ്ങൾക്ക് ആവശ്യമായത്, നിങ്ങളുടെ സമഗ്ര ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അവൻ്റെ കൃപ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കണം. അപ്പച്ച, അമ്മച്ചി, അനിയ, അനിയത്തി, ചേട്ടാ, ചേച്ചി, ഈ പറഞ്ഞതിൻ്റെ സാരം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ അത്യാവശ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വെപ്രാളപ്പെടുന്നവരാണെങ്കിൽ യേശുവിനെ കുറിച്ച് നന്നായി അറിയാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം വന്നു ചേരും എന്ന് സാരം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എടുക്കുന്ന ഈ ക്ലാസ് ആമാശയത്തിന് വേണ്ടി ഓടുന്ന ആളുകൾക്കും ഗുണമുള്ളതാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാണ് നിങ്ങളെങ്കിലും ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇനി സോഷ്യൽ മീഡിയയിൽ എനിക്കറിയാവുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാന്നറിയോ? ആമാശയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞ മനുഷ്യരാണ്. അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ഇതെല്ലാം നിറഞ്ഞവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് നല്ല വസ്ത്രമുണ്ട്, ആവശ്യത്തിന് നല്ല ആഹാരമുണ്ട്, ആവശ്യത്തിന് നല്ല വീടുണ്ട്, ആവശ്യത്തിന് കുടുംബമുണ്ട് എന്ന് പറയേണ്ട അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാണ്. ഇങ്ങനെയെല്ലാം ഭംഗിയായി നടക്കുന്നവരെ കുറിച്ച് നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, തിന്നിട്ട് എല്ലുകുത്തുക എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. ഇവർക്ക് പിന്നൊരു എൻ്റർടൈൻമെൻറ്റ് ആശയമാണ്, ആമാശയമല്ല, വെറും ആശയം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ടൈം പാസ് എന്ന് പറഞ്ഞാൽ ആ സിനിമ നടൻ എന്ത് പറ്റി, നടിക്ക് എന്ത് പറ്റി, ആ അച്ഛൻ എന്ത് പറ്റി, ഈ അച്ഛൻ എന്ത് പറ്റി, ആ കന്യാസ്ത്രീക്ക് എന്ത് പറ്റി, ഈ കന്യാസ്ത്രീക്ക് എന്ത് പറ്റി, ആ ബിഷപ്പിന് എന്ത് പറ്റി, ഈ ബിഷപ്പിന് എന്ത് പറ്റി, എൻ്റെ അയൽവാസിക്ക് എന്ത് പറ്റി, ആ ബ്രദറിന് എന്ത് പറ്റി, ആ സിസ്റ്ററിന് എന്ത് പറ്റി, ആ മതത്തിന് എന്ത് പറ്റി, ഈ മതത്തിന് എന്ത് പറ്റി, ആ ജാതിക്ക് എന്ത് പറ്റി, ഈ ജാതിക്ക് എന്ത് പറ്റി. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണുക, അത് പ്രചരിപ്പിക്കുക. ഇനി ഒരു കുറ്റവും കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും നമ്മളായിട്ട് ഉണ്ടാക്കി അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക, എന്നിട്ട് അതിനെ ഒരു ചർച്ചാ വിഷയമാക്കുക, എന്നിട്ട് തർക്കശാസ്ത്രത്തിലേക്ക് കയറുക, ഒരാളുടെ വാക്കെ പിടിച്ച് കയറുക, അയാളുടെ ഉദ്ദേശത്തെ മറക്കുക, വെറുതെ ആശയം കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്ന കുറേ മനുഷ്യർ. ഞാൻ ആദ്യമേ പറയുന്നു, ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു മനഃശാസ്ത്രീയ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് പങ്കിടുന്നതേ ഉള്ളൂ. ഇതൊന്നും ആരെയും കുറ്റം വിധിക്കുന്നതല്ല കേട്ടോ. ഇതാണ് ഞാനിങ്ങനെ പറയുമ്പോഴൊക്കെ ഉടനെ അതിന് വ്യാഖ്യാനം വരും, ഇവൻ ആരാ മറ്റുള്ളവരെ വിധിക്കാൻ. ഞാൻ ആരെയും വിധിക്കുന്നതല്ല, ഒരു മനഃശാസ്ത്രം പറഞ്ഞെന്നുള്ളൂ. അത് പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്കൊന്ന് തായോ. അതായത് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് മനുഷ്യരാണ് എങ്ങനെ ആശയം കൊണ്ട് സമയം കളയുന്ന മനുഷ്യർ. പൊതുവെ ഇവരാരാന്നറിയോ? പൊതുവെ എനിക്കറിയാവുന്നത്, അത്യാവശ്യം കഴിഞ്ഞു, ആവശ്യം ഒരു പരിധിവരെ നടന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അത്യാവശ്യത്തിലും അത്യാഗ്രഹത്തിലേക്കും കയറുന്ന കുറച്ച് മനുഷ്യർ, ആഗ്രഹത്തിലേക്കും അത്യാഗ്രഹത്തിലും കയറുന്ന മനുഷ്യരുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആഗ്രഹം എന്താണെന്നറിയോ? ആഗ്രഹമാണ്. ആഗ്രഹം, അത്യാഗ്രഹം. അത്യാവശ്യം, ആവശ്യം കഴിഞ്ഞാൽ ആഗ്രഹം, അത്യാഗ്രഹം. അപ്പോൾ ഈ ആഗ്രഹക്കാരുടെ പ്രത്യേകത, അവരിങ്ങനെ ആഗ്രഹിക്കുന്നത് എനിക്കൊരു ചെറിയ പൊസിഷൻ വേണം, അതായത് ഒരു ലീഡർ ആവണം എന്ന് ആഗ്രഹിച്ചു കൊടുക്കും. എല്ലാം സെറ്റിലായി കഴിഞ്ഞാൽ എനിക്കൊരു ലീഡറാണ്. അത് പള്ളി കമ്മിറ്റിയിലെ ലീഡർ ആവണമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിലെ ലീഡർ ആവണമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷൻ്റെ ലീഡർ ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലെ ലീഡർ ആവണം. അങ്ങനെ ഒരു ചിന്ത, മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിലെത്താനുള്ള ആഗ്രഹം തലയ്ക്കറും. അധികാരമോഹം എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ആ കൂട്ടത്തിൽ തന്നെ സ്നേഹത്തിനോടുള്ളൊരു ദാഹം വരും. എന്നെ മറ്റുള്ളവരെല്ലാം സ്നേഹിക്കണം, കരുതണം, ഐ ഷുഡ് ബി റെസ്പെക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇങ്ങനെ ഈ ഒരു ആഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ വന്നു പെടുന്നവരിലാണ് കൂടുതൽ ഈ ആശയവുമായുള്ള എന്താ പറയുക ഡിബേറ്റുകളിലേക്ക് കടക്കുന്നത് മനഃശാസ്ത്രപരമായി നമ്മൾ കാണുക. കാരണം ഒരാളെ എതിർത്ത് ഇടുമ്പോഴേക്ക് നാലാൾ നമ്മളെ ശ്രദ്ധിക്കുന്നു, നാലാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. 10 പേര് കുറ്റപ്പെടുത്തിയാലും നാലാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴേക്ക് ഐ ആം സംതിങ്, ഞാൻ എന്തോ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ തോന്നും. ഇതൊക്കെ പറയുന്നത് മാരിയോ വല്ലയിടത്തൊന്നും വായിച്ച് പഠിച്ചോ എന്നല്ല, എൻ്റെ സ്വന്തം അനുഭവം കൂടെ തന്നെയാണ് പറയുന്നത്. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയും എന്നെ തന്നെ തിരുത്തിക്കൊണ്ടുമാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇടയിലുണ്ട്. ഇന്നിപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത, ഈ ആശയത്തിന് വേണ്ടി ദാഹിക്കുന്നവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെടും. ഐ റിപ്പീറ്റ്, ആശയത്തിന് വേണ്ടി ദാഹിക്കുന്നവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ആമാശയക്കാർക്കും ആഗ്രഹത്തിനും അത്യാഗ്രഹത്തിനും വേണ്ടി ദാഹിക്കുന്ന ആശയക്കാർക്കും ഒരേപോലെ ഗുണപ്പെടുന്ന ക്ലാസ്സാണ് ഇതെന്ന് ചുരുക്കം. ഒറ്റ വാക്കി പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ ക്ലാസ് കാണാനിടയിൽ അല്ലാതെ ചുമ്മാ അങ്ങ് സ്ക്രോൾ ചെയ്യാതെ ഒന്നിരുന്ന് കുറച്ച് നേരം ഒന്ന് ക്ഷമയോടെ കേൾക്കണം പ്ലീസ്. ഒരു റിക്വസ്റ്റാണ്.
അത് കേൾക്കണം എന്ന് പറയുന്ന ആരോടാണെന്നും കൂടെ പറയാം. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. മറ്റു മതക്കാരോട് എനിക്കൊരു നിർബന്ധമില്ല കേൾക്കണമെന്ന് പറയാൻ. പക്ഷേ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ മെയിനായിട്ട് എല്ലാ സഭയിലും പെട്ട ക്രിസ്തീയ വിശ്വാസികളോടാണ് പറയുന്നത്, ഈ ക്ലാസ് അത്രയും ഗുണം ചെയ്യും. നിങ്ങളിത് മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്ലാസ് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പബ്ലിക്കായി പരസ്യമായി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ത്രെഡിലോ ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങളുടെ കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ അന്തസത്ത നമ്മൾ പഠിച്ചുകൊണ്ട് പോവുകയാണ് ചില എപ്പിസോഡുകളിലായി. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ വിശ്വാസപരമായ കാര്യത്തിൽ നമ്മുടെ ബലഹീനത മുന്നോട്ട് പോവുകയും നമ്മുടെ വിശ്വാസത്തെയും അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തെയും സംരക്ഷിക്കണമെന്നും പറഞ്ഞ് നമ്മളെല്ലാ മതക്കാരെയും തെറി പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരുതരം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. സമൂഹത്തിൽ ഒത്തിരി വയലൻസ് സൃഷ്ടിക്കുമെന്നല്ലാതെ നമ്മളും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒരേ വിശ്വാസത്തിൽ വേരുറക്കാൻ ഇടയില്ല. അതുകൊണ്ട് ഈ ആശയങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് അത്രയും സ്ട്രോങ് ആയി എന്നെ പ്രേരിപ്പിച്ചു. ഞാനത് ചെയ്യുന്നു. കൂട്ടത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന ഏതെങ്കിലും ഒരു കാത്തലിക് തിയോളജിയൻ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക ദൈവശാസ്ത്ര പണ്ഡിതൻ, അത് വൈദികരാകാം, പിതാക്കന്മാരാകാം, അഭിയൊന്ന് പിതാക്കന്മാരാകാം, ഇനി അല്ലെങ്കിൽ ആത്മാരും ആകാം, നോ പ്രോബ്ലം. ഈ എടുക്കുന്ന ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയാൽ, ഞാൻ പറയുന്ന ഈ വിഷയങ്ങളിൽ സഭയുടെ മതബോധന ഗ്രന്ഥവുമായിട്ട് ഒത്തുപോകാത്തതാണ്, തെറ്റുണ്ട് എന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് പേഴ്സണലി തിരുത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പേഴ്സണലി എന്ന് പറഞ്ഞാൽ ഇൻബോക്സിലോ, വാട്സപ്പ് നമ്പർ ഇവിടെ തന്നെയുണ്ട്, വാട്സപ്പിലോ, ഇനി അതല്ല എങ്കിൽ ഇമെയിൽ അയച്ചോ, ഇനി അല്ലെങ്കിൽ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഇംഗ്ലീഷ് ക്യാമ്പസിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് നേരിട്ട് വന്നോ തിരുത്തി തരാവുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ആധികാരികമായിട്ട് നിങ്ങൾ തിരുത്തി തരുമ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും മാപ്പ് പറയാനും എൻ്റെ തെറ്റ് തിരുത്താനും ഞാൻ റെഡിയാണ്. അല്ലാതെ അങ്ങനെ എൻ്റെ ഭാഗത്തുള്ള തെറ്റിനെ മുറുക്കി പിടിച്ചിട്ട് ന്യായീകരിച്ച് ഞാൻ മുന്നോട്ട് പോകില്ല. വിശ്വാസപരമായി തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കും. അപ്പോൾ ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വരാം, പക്ഷേ മാരിയോ, താങ്കളുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ താങ്കൾ തിരുത്തുമോ എന്ന്. തീർച്ചയായും സഭയുടെ ഏതെങ്കിലും ഒരു അധികാരിയാണ് എന്നോട് പറയുന്നതെങ്കിൽ, മിനിമം ഒരു രൂപതയുടെ ബിഷപ്പാണ് എന്നോട് പറയുന്നതെന്ന് കരുത്. എൻ്റെ രൂപതയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു രൂപതയിൽ നിന്ന് മിനിമം ഒരു ബിഷപ്പാണ് എന്നെ വിളിച്ചിട്ട് ഇന്ന പഠനം തെറ്റാണെന്ന് പറയുന്നതെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും ഞാനത് തിരുത്തും. ഐ റിപ്പീറ്റ്, എനിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും ഞാനത് തിരുത്തും. അത് ഞാൻ സഭയ്ക്ക് അടിമയായതുകൊണ്ടല്ല, എനിക്ക് എൻ്റെ ബലഹീനത അറിയാവുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പഠനങ്ങളിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇന്നും ഉണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ തെറ്റാണെന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. കാരണം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മുഴുവൻ അറിവും മനസ്സിലാക്കാൻ മാത്രം എൻ്റെ തലച്ചോറിന് വളർച്ചയില്ലെന്നാണ് എൻ്റെ ബോധ്യം. എൻ്റെ മനസ്സിന് അതിനുള്ള വളർച്ചയില്ലെന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല എന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഒരു ബിഷപ്പിന് തോന്നുന്നു, ഒരു പിതാവിന് തോന്നുന്നു, എന്നെ വിളിച്ചിട്ട് മാരിയോ അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബോധ്യമായില്ലെങ്കിൽ പോലും ഞാനത് തിരുത്തും. കാരണം ചർച്ച് ഈസ് ഇൻഫാലിബിൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് കേൾക്കുന്ന അകത്തോലിക്കർക്ക് ഒരുപക്ഷെ താൻ അടിമയാണ് സഭയുടെ എന്നൊക്കെ പറയും. 28 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്, മരണം വരെയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഞാൻ ഇത്രത്തോളം പറയുന്നത്, മാക്സിമം സഭയുടെ പഠനത്തോട് 100% നീതി പുലർത്തിയിട്ട് തന്നെ വേണം ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തവും തിരുശരീരവും ഒരേ കാസയിൽ നിന്നും പിലാസയിൽ നിന്നും ഭക്ഷിക്കുന്ന രക്തബന്ധുക്കളായ നമുക്ക് ഇതൊരു കുടുംബ ജ്ഞാനമാണ്, കുടുംബ വിജ്ഞാനമാണ്, രക്തബന്ധുക്കളുടെ ഇടയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരറിവാണ്. ആ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരേ കാസയിൽ നിന്ന് ഒരേ പിലാസയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തശരീരം ഭക്ഷിക്കുന്ന രക്തബന്ധുക്കളായ നമുക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആയതുകൊണ്ട് കത്തോലിക്കര് നിർബന്ധമായും എല്ലാ രീതിയിലുള്ളവരും ഇത് പരസ്പരം ഷെയർ ചെയ്ത് എല്ലാവരെയും അറിയിക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാം വീട്ടിൽ ബൈബിളുണ്ട്. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം POC പ്രസിദ്ധീകരിച്ച POC ബൈബിളായിരിക്കും പൊതുവെ കയ്യിലുണ്ടാകുക. ചില ആളുകളുടെ കയ്യിലൊക്കെ പിഷീത്തായും ചില ആളുകളുടെ കയ്യിൽ സത്യവേദ പുസ്തകമൊക്കെ കാണാം. ബൈബിളിനകത്ത് കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം 73 പുസ്തകമുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ മൊത്തം 73 പുസ്തകങ്ങളാണ്. മറ്റ് അകത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്രോ കാനോനിക്കൽ പുസ്തകങ്ങൾ കാണത്തില്ല, ഒരു 7 പുസ്തകം അതിൽ കുറവായിരിക്കും. ഇനി ഈ ബൈബിളിനകത്ത് മൊത്തം 30-35,000-ഓളം വാക്യങ്ങളുണ്ട്. എക്സാക്ട്ലി പറഞ്ഞിട്ട് ഇനി അത് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ബഹളം വെക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഞാനൊരു അപ്രോക്സിമേറ്റ് പറയുന്നത്. ഈ ബൈബിളിനകത്ത് ഒരു രത്ന ചുരുക്ക ഭാഗമുണ്ട്. ഐ റിപ്പീറ്റ്, മൊത്തം ബൈബിളിനകത്ത് ബൈബിളിൻ്റെ രത്ന ചുരുക്കമായ ഒരു പാരഗ്രാഫ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വാക്യമുണ്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാവോ? അതായത് ബൈബിളിലെ ഒരു പർട്ടിക്കുലർ പുസ്തകത്തിലെ ഒരു പർട്ടിക്കുലർ അധ്യായത്തിലെ ഒരു പർട്ടിക്കുലർ വാക്യം മുതൽ ഒരു കുഞ്ഞു പാരഗ്രാഫിനെ ബൈബിളിൻ്റെ മൊത്തം രത്ന ചുരുക്കമെന്ന് നമുക്ക് വിളിക്കാം.
അതേതായിരിക്കും ആ പാരഗ്രാഫ്? അങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും ബൈബിളിൽ നിന്ന്? അങ്ങനെ ഒരു വാക്യമുണ്ടെങ്കിൽ അത് ഏതായിരിക്കും ബൈബിളിൽ നിന്ന്? എൻ്റെ മുമ്പിൽ ഓഡിയൻസ് ഇല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ഓഡിയൻസ് ആണ്. അതുകൊണ്ട് അപ്പച്ചനോട്, അമ്മച്ചിയോട്, സഹോദരനോട്, സഹോദരിയോട് നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാവോ നിങ്ങൾക്കറിയാവുന്ന ആ വാക്യം? മൊത്തം ബൈബിളിൻ്റെ രത്നച്ചുരുക്കം ഒളിച്ചിരിക്കുന്ന ബൈബിളിലെ ആ വാക്യം ഒന്ന് കമൻറ്റ് ചെയ്യാവോ? ഞാനൊരു കുഞ്ഞി പാട്ടിൻ്റെ ഈരടി ഇവിടെ പ്ലേ ചെയ്യും. ആ സമയം കൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, എന്നിട്ട് ബാക്കി തുടങ്ങാം. സഹനങ്ങളേറിടും നേരം യേശു സാന്ത്വനമായി നീ വന്നിടുമോ? സഹനങ്ങളേറിടും നേരം യേശു സാന്ത്വനമായി നീ. ഞാൻ തന്നെ പറയട്ടെ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 2774 പാരഗ്രാഫ്, 2774 പാരഗ്രാഫ് കേൾക്കുന്ന നിങ്ങൾക്ക് എന്തായാലും മൊബൈലിലാണ് മിക്കവാറും കേൾക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പോസ് ചെയ്തിട്ട് ഗൂഗിൾ സെർച്ച് ചെന്നിട്ട് CCC 3 C ഇടുക. അതിൻ്റെ അർത്ഥം കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്നാണ്. എന്നിട്ട് 2774 എന്നടിച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ ഈ വാക്യം നിങ്ങൾക്ക് കിട്ടും. ഇത് പരിശുദ്ധ സഭയുടെ പഠനമാണ്. ഞാൻ വായിക്കാം. The Lord's Prayer is truly the summary of the whole gospel. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദി മോസ്റ്റ് പെർഫെക്റ്റ് പ്രേയേഴ്സ്, സകല പ്രാർത്ഥനകളിലും ഏറ്റവും പരിപൂർണമായ പ്രാർത്ഥന എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്. വേദപുസ്തകത്തിൻ്റെ നടുമധ്യം ഏതെന്ന് ചോദിച്ചാൽ ഇതെന്ന് വേണം പറയാൻ എന്ന് ചുരുക്കം. ഇത് വിശുദ്ധ സെയിൻറ്റ് അഗസ്റ്റീനോസിനെയും അതുപോലെ തന്നെ ടെർട്ടുല്യനെയും ഉദ്ധരിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ കമൻ്റ് എഴുതിയതിൽ യോഹന്നാൻ 3:16 വന്നിട്ടുണ്ടാവും, സങ്കീർത്തനം വന്നിട്ടുണ്ടാവും, ഇങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതൊന്നുമല്ല. മൊത്തം ബൈബിളിൻ്റെ രത്ന ചുരുക്കം കിടക്കുന്ന ഭാഗം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. അത് ബൈബിളിലെ ഏതൊക്കെ പുസ്തകത്തിൽ ഏതൊക്കെ അധ്യായത്തിലുണ്ടെന്ന് ഒന്ന് ഓർത്തെടുത്തോ, ഒന്ന് ഗൂഗിൾ സെർച്ചെങ്കിലും ചെയ്തോ കമൻ്റ് ഇട്ടാൽ നന്നായിരിക്കും കേട്ടോ. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ ക്ലാസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയും ഈ ക്ലാസ് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. സാധാരണ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓഡിയൻസ് ആണെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിച്ചും എഴുതിപ്പിച്ചും ഒക്കെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഇങ്ങനെ റാൻഡമായി കേട്ടു പോകാതെ അല്പം ഗൗരവത്തോടെ ഇത് എടുത്താൽ ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളത് കൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അടുത്ത ചോദ്യം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിക്കും സഹോദരനും സഹോദരിക്കും ഈ പ്രാർത്ഥന അറിയാവോ? പിന്നെ ഉള്ളിൽ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്നലെ പെയ്ത മഴക്കുണ്ടായതല്ലേ മാരിയോ എന്ന തവര, സുലൈമാൻ മാരിയോ ആയത്. പാരമ്പര്യമായിട്ട് എത്രയോ വർഷമായിട്ട് AD 52 തോമാസ് ലീയ വന്ന കേരളത്തിൽ അന്ന് മുതൽ മാമോദിസ വെള്ളം തലയിൽ വീണ് പാരമ്പര്യമായ ക്രിസ്ത്യാനിയും നസ്രാനിയുമായ എന്നോടാണോ വന്നിട്ട് ഈ പ്രാർത്ഥന അറിയാവുന്നിരിക്കുന്നത്? എനിക്കറിയാം എന്ന് പറയുന്നവർ തന്നെയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഉറപ്പൊന്നുമില്ല, ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളുമല്ല. എന്തായാലും ഉള്ളിൽ അങ്ങനെ ചിന്തിക്കും. പിന്നെ മതം മാറി വന്നതിനേക്കാളും മുമ്പേ നമുക്കറിയാമല്ലോ. പക്ഷെ ഒരു ചോദ്യം, അറിയാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വരി എടുക്കുക. നമ്മൾ ഒന്നാമത്തെ വരി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 3 വാക്ക് വന്നിട്ടുണ്ട്. സ്വർഗം വന്നിട്ടുണ്ട്, ഞങ്ങൾ വന്നിട്ടുണ്ട്, പിതാവ് വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്വർഗം ഇപ്പം സംസാരിക്കുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സബ്ജക്റ്റാണ്. നമ്മളിപ്പോൾ ഭൂമിയിലല്ലേ ഉള്ളത്. നമ്മൾ ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാൻ പോണില്ല. എന്തിനേറെ എൻ്റെ പൊന്ന് കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയാൻ നോക്കിയിട്ട് ജനത്തിന് മനസ്സിലാവാത്തതുകൊണ്ട് കുറേ കഥയാണ് പറഞ്ഞത്. സ്വർഗരാജ്യം വയലിലെ ഇതിന് തുല്യം, സ്വർഗരാജ്യം വൃക്ഷത്തിന് തുല്യം, സ്വർഗരാജ്യം ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുക ചെയ്തത്. കാരണം പറഞ്ഞു പിടിപ്പിക്കാൻ ഈശോയുടെ ഉള്ളിൽ ഇതുണ്ട്, പക്ഷേ ഇതെങ്ങനെ നമ്മൾ മനസ്സിലാവും? അതുകൊണ്ട് കുറേ ഉപമയാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം അവിടെ നിൽക്കട്ടെ. ഞാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന വാക്കിലേക്ക് തുടങ്ങുകയാണ്. ഞങ്ങളുടെ പിതാവ്. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കൾ എന്നാണ് വിശ്വാസം. അല്ല, അങ്ങനെയല്ലേ? ഞാൻ എവിടെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചാലും ജനങ്ങൾ യുനാനിമസ്ലി പറയുന്നൊരു കാര്യമാണ്, ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുക. ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്ന നിങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ, ഞാൻ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനെന്തോ മാറി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് കേട്ടോ. ഞാനും കൂട്ടത്തിലൊരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രക്തബന്ധുക്കളാണ്. വിശ്വാസ പ്രമാണം ചെല്ലുന്നത് എങ്ങനെയാണ്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ട് പുറകെ നമ്മൾ പറയും അവിടുത്തെ ഏകപുത്രനിൽ നമ്മൾ വിശ്വസിക്കുന്നെന്ന് പറയും. എത്ര പുത്രനിൽ എന്ന് പറഞ്ഞ്? ഏകപുത്രനിൽ.
അപ്പോൾ ഒരേ നാവ് കൊണ്ട് നമ്മൾ പറയാണ് ദൈവത്തിന് ഏകപുത്രനേ ഉള്ളൂ എന്നും ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും. ഇതെന്താ നമ്മൾ ഇങ്ങനെ പറയുന്നത്? എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനിപ്പോഴും ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത മോള് അഡോണ ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് അവളോട് ഞാൻ ചോദിച്ചു, ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് മുത്ത് പ്രാർത്ഥിച്ചല്ലോ, ഈ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യരുമാണോ, ക്രിസ്ത്യാനികൾ മാത്രമാണോ, യേശു മാത്രമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ച്, അന്ന് സത്യം പറഞ്ഞാൽ വെറും 8 വയസ്സുള്ള കുട്ടി, നടുവിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു, ചാച്ചാ, ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി എന്നെ ഒരിക്കൽ കന്യാസ്ത്രീ ഈ പ്രാർത്ഥന കാണാണ്ട് പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നില്ലെന്ന് പറഞ്ഞു. ഹലോ, ഈ നൂറ്റാണ്ടിലെ എൻ്റെ മോളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മൂത്ത മോൾ അഡോണ പറഞ്ഞ ഡയലോഗാണ്, ചാച്ചാ, ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി എന്നെ ഒരിക്കൽ കന്യാസ്ത്രീ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന കാണാണ്ട് പഠിക്കാനാണ് പറഞ്ഞത്, പഠിച്ചോന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല എന്ന്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭ ഇപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും ഒരു അടിസ്ഥാന കാരണം ഇത് തന്നെയാണ്. കുറെ ആചാരങ്ങൾ ചെയ്യാൻ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആചാരങ്ങളുടെ അർത്ഥം എന്തെന്ന് ഇന്ന് വരെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇത് ഞാൻ പറയുമ്പം നിങ്ങൾക്ക് എന്നോട് ഇച്ചിരി ദേഷ്യം വരാം. ദേഷ്യം തോന്നിയാലും എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. പൊതുവെ നമ്മുടെ നാട്ടിൽ നമ്മൾ കുറേ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കാണാം. ഏറ്റവും കൂടുതൽ ഹൈന്ദവരാണ്, പിന്നെ നമ്മൾ മുസ്ലിങ്ങളെ കാണുന്നത്, പിന്നെയാണ് ക്രിസ്ത്യാനികളെ നമ്മുടെ രാജ്യത്ത് കാണുന്നത്. മറ്റു രാജ്യങ്ങളുടെ കാര്യമല്ല, ഞാൻ നമ്മുടെ രാജ്യത്തെ കാര്യം പറയുന്നത്. ഇതിലേറ്റവും കൂടുതൽ മതതീഷ്ണതയുള്ള വിഭാഗം ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എല്ലാവരും പറയും അത് മുസ്ലിങ്ങളാന്ന് പറയും. സത്യമായിട്ട് മുസ്ലിങ്ങൾ തന്നെയാണ് മതതീഷ്ണത കൂടുതലുള്ള. ആത്മീയതയല്ല ഞാൻ പറയുന്നത്, മതതീഷ്ണത കൂടുതലുള്ള. ഒന്നാമത്തെ ഇസ്ലാം എന്ന റിലീജിയൻ ശരിക്കും പറഞ്ഞാൽ അതൊരു സ്പിരിച്വൽ റിലീജിയൻ എന്നതിനേക്കാൾ ഉപരി അതൊരു പൊളിറ്റിക്കൽ റിലീജിയനാണ്. അത് പക്ക ഒരു മതമാണ്, ഒരു രാഷ്ട്രീയ മതമാണ്, അല്ലാതെ അതൊരു ആത്മീയ മതം എന്ന് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. എന്നെനിക്ക് ഞാൻ വിധി എഴുതുകയല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു പോകുന്നെന്ന് മാത്രം. അപ്പം ഈ മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതതീഷ്ണത എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ അവർ പഠിക്കുന്ന കോളേജിൽ വെള്ളിയാഴ്ച 12 മണിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ തൊട്ടടുത്ത പള്ളി പോകും. പലപ്പോഴും ഇപ്പോൾ കത്തോലിക്ക കോളേജിൽ നിന്നിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഇവിടെ റൂം തരണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്ന സാഹചര്യമാണ്. പക്ഷെ പൊതുവെ ഒരു കത്തോലിക്ക കുട്ടി പഠിക്കുന്ന കോളേജിൽ അവനോ അവളോ എനിക്ക് അല്പനേരം കൊന്ത ചെല്ലണമെന്നോ, എനിക്ക് കരുണക്കൊന്ത ചെല്ലണമെന്നോ, എനിക്ക് നൊവേന ചെല്ലണമെന്നോ, എനിക്ക് കുർബാനക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ലീവ് എടുക്കുക, പോവുക, സമയത്ത് പ്രാർത്ഥിക്കുക എന്നൊന്നും കേട്ടുകേൾവി പോലും ഇല്ല. പൊതുവെ വീട്ടിലാണെങ്കിൽ പോലും വൈകുന്നേരം അപ്പനും അമ്മയും കുരിശു വരക്കുന്ന സമയത്ത് മോനോട് 1000 പ്രാവശ്യം പറയണം കുരിശു വരക്കാൻ പാടാം. എങ്ങാനും പറഞ്ഞില്ലേ അവൻ കുരിശു വരക്കാൻ ഉണ്ടാവത്തില്ല. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒരു കത്തോലിക്ക കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം കുരിശു വരക്കാൻ അറിയാം, അവന് ജപമാല ചെല്ലാൻ അറിയാം, അവന് ബൈബിൾ വായിക്കാൻ അറിയാം. പക്ഷെ ഇതിൻ്റെ ഒന്നും അർത്ഥമോ ഇതെന്തിനു വേണ്ടി ചെയ്യണമെന്നോ നമ്മുടെ പിള്ളേർക്ക് അറിയില്ല. കാരണം കാണാണ്ട് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെ അർത്ഥം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവനിതൊക്കെ കാണാതെ ചെല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ അതെന്തിനാണെന്നും കൂടെ അവൻ അറിയാമെന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അതെന്തിനാണ്, എന്താണ് എന്നും കൂടെ അവൻ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ പറഞ്ഞാൽ അവൻ്റെ വിശ്വാസത്തിൽ ഒരുതരം മന്ദമായ ബോധ്യം അവനിൽ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വിധി എഴുതല്ല മാരിയോ പറയുന്നത് തെറ്റാണെന്നൊക്കെ തോന്നും കുറേ പേർക്ക്. കുറേയൊക്കെ ഞാൻ പറയുന്നത് ശരിയാണ്, കുറേയൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞോളൂ. ഞാൻ 100% ഈ പറയുന്ന കാര്യങ്ങളൊന്നും, കുറച്ചൊക്കെ ഈ പറയുന്നതിൽ സത്യമില്ല എന്ന ചോദ്യം, കുറച്ചൊക്കെ അതെങ്കിലും അംഗീകരിക്കാമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു പരിധിവരെ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ ഒരു മതതീഷ്ണത വരുന്നത്? അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഞാൻ പറയാം. ഒരു കാരണം അത് ഇത്രേ ഉള്ളൂ. ഒരു മുസ്ലിമിൻ്റെ കാറ്റക്കിസം ടീച്ചർ ആരാണ്? അതായത് മുസ്ലിമിന് മദ്രസ അധ്യാപകരുണ്ട്. മദ്രസ അധ്യാപകരുടെ പേര് മുഅല്ലിം എന്നാണ്. അവരെ പഠിപ്പിക്കുന്ന ആളുടെ പേരാണ് മുഅല്ലിം. ഈ മുഅല്ലിം ഏതെങ്കിലും ദർസിലോ ഇനി അല്ലെങ്കിൽ അറബി കോളേജിലോ മുഖ്തസറും മുത്തവലും കംപ്ലീറ്റ് അല്ലെങ്കിലും ഇച്ചിരി പഠിച്ചിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് മതത്തിൽ നിന്ന് ഫിലോസഫിയും തിയോളജിയും ഇച്ചിരി പഠിച്ചവരായിരിക്കും ഇവർ. മിനിമം 2, 3, 4 വർഷത്തെ കോഴ്സ് പഠിച്ചവരായിരിക്കും പൊതുവെ ഈ മുഅല്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ അല്പം ക്വാളിഫൈഡ് ആണ്. അതായത് ഈ മതപരമായ കാര്യം പഠിപ്പിക്കാൻ, ലൗകികമായ അറിവല്ല ഞാൻ പറഞ്ഞത്, മദ്രസ വിവരത്തിൽ ഇവർക്ക് അത്യാവശ്യം ഉണ്ടാകും. കാരണം ഇവർ അതിനു വേണ്ടി പ്രത്യേകം ക്വാളിഫൈഡ് ആണ്. മറ്റൊന്ന്, മദ്രസ പൊതുവെ എല്ലാ ദിവസവും രാവിലെ ഒരു 6 മുതൽ 8 വരെയോ അല്ലെങ്കിൽ 7 മുതൽ 8 വരെയോ ഒക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം പിള്ളേർ സ്കൂളിലേക്ക് പോകാൻ. സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോൾ ഇവർക്ക് കുറച്ച് കൂടുതൽ നേരം മദ്രസ പഠനങ്ങൾ നൽകുന്നുണ്ട്. ഡെയിലി ഉണ്ട്, സാറ്റർഡേ സൺഡേ കൂടുതലുണ്ട്, മറ്റ് അവധി ദിവസങ്ങളിലും കൂടുതലുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുഅല്ലിമീങ്ങൾക്കെല്ലാം പ്രത്യേക ട്രെയിനിങ്ങുകൾ മുസ്ലിമീങ്ങളിൽ ഓരോ സംഘടനകളും നൽകുന്നുണ്ട്. സമസ്തയോ മറ്റോ ആരായാലും അവർ പ്രത്യേക ട്രെയിനിങ്ങുകൾ നൽകുന്നുണ്ട്.
ഈ ട്രെയിനിങ്ങുകൾ ഇവർ പങ്കെടുക്കുകയും ഈ അറബി കോളേജിലെ പഠനം പഠിക്കുകയും ഇവർ ക്ലാസ് എടുക്കുകയും അത് ഡെയിലിയും വീക്കിലിയും കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിനൊരു സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. ഞാൻ ഇത്രയൊക്കെ ഇവർ ചെയ്യാനുള്ള രഹസ്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, മദ്രസ അധ്യാപകർക്ക് ശമ്പളമുണ്ട്. ചിലപ്പോൾ 5,000, 7,000, 10,000, 15,000, ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഉണ്ട്. എനിക്ക് കറക്റ്റ് ഇപ്പം അറിയില്ല. പണ്ട് കാലത്തെല്ലാം ശമ്പളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മദ്രസ അധ്യാപകർക്ക് ഓരോ മഹല്ലിൽ നിന്നും ഓരോ മുസ്ലിം ഇടവകയിൽ നിന്നും ശമ്പളം ലഭിക്കുന്നത് കൊണ്ടും അതുപോലെ ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർക്ക് നൽകുന്നത് കൊണ്ടും ഇവരെ ട്രെയിനിങ്ങിന് വിളിച്ചാൽ ഇവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. ഇവരോട് അറബി കോളേജിൽ പഠിക്കാൻ പറഞ്ഞാൽ ഇവർ പഠിക്കും. കാരണം ഇതൊരു പ്രൊഫഷനാണ്, സാലറീഡാണ്. ഇത് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് വീണ്ടും പറയുന്നത് ഒരു കുറ്റപ്പെടുത്തലല്ല, ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം ബോധ്യപ്പെടുത്തുകയാണ്. പണ്ട്, അതായത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ന്യൂനപക്ഷത്തിന് അർഹമായ ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് നൽകുമ്പോൾ അന്നത്തെ ഒരു തലമുതിർന്ന ക്രിസ്ത്യാനികളോ ഇനി അല്ലെങ്കിൽ അന്നത്തെ ഒരു രാജകീയ പ്രൗഢി കൊണ്ടോ നമ്മൾ ഒരുപാട് ആനുകൂല്യങ്ങൾ നിഷേധിച്ച് വേണ്ട എന്ന് പറഞ്ഞവരാണ്. പക്ഷെ അന്നും ഈ മുസ്ലിമീങ്ങൾ സുഖസുന്ദരമായിട്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം മേടിച്ച് സ്വീകരിച്ച് പോയത് കൊണ്ട് മദ്രസ ബിൽഡിങ്ങുകൾ ഗവൺമെൻറ് വഴി കിട്ടിയിട്ടുണ്ട്. മദ്രസ അധ്യാപകർക്ക് ശമ്പളം ഗവൺമെൻറ് വഴി, നമ്മളുടെ ടാക്സ് കൊണ്ട് അവർ വളരെ മനോഹരമായി ജീവിച്ചു പോകുന്നു എന്നുള്ളൊരു സത്യാവസ്ഥ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മളിത് തിരിച്ചറിയുന്നു, നമ്മുടെ ആനുകൂല്യങ്ങൾ നമുക്കും വേണമെന്ന്. ഒരു പരിധിവരെയൊക്കെ നമ്മൾ ഒച്ച വെക്കുന്നു, ബഹളം വെക്കുന്നു. ദൈവം അനുവദിക്കട്ടെ, നമുക്കും ഈ രാജ്യം നൽകുന്ന എല്ലാ സുരക്ഷിതത്വവും, എല്ലാ സോഷ്യൽ സെക്യൂരിറ്റിയും, എല്ലാ ന്യൂനപക്ഷ അവകാശങ്ങളും നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു, നോ ഡൗട്ട്. ഞാൻ ഇത്രയൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു രാഷ്ട്രീയം ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയല്ല, ഒരു മതവിവേചനം ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയല്ല. ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ തരികയാണ്. ഒരു മദ്രസ അധ്യാപകന് ശമ്പളം കിട്ടുന്നത് എന്തുകൊണ്ടും കൂടിയാണെന്നറിയോ? ഒരു കുട്ടിയെ മദ്രസയിൽ കൊണ്ടുപോയി, ഒരു ഇടവകയിലെ മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് ഒരു ഫീസ് ആ മഹല്ല് കമ്മിറ്റി ഈടാക്കുന്നുണ്ട്. ഈ കുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് ഒരു നിശ്ചിത ഫീസ് കമ്മിറ്റി വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വാങ്ങുന്ന ഫീസുകളിൽ നിന്നാണ് ഈ അധ്യാപകർക്ക് ഒരു ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്, ഇത് അഭിവന്യ പിതാക്കന്മാർ വളരെ ഗൗരവത്തോടെ കണ്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നടക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഡിസ്കസ് ചെയ്യുന്നതിൽ തെറ്റുള്ള കാര്യമല്ലല്ലോ. ഓരോ ഇടവകയിലും ഒരു ചെറിയൊരു കമ്മിറ്റി, അതായത് ഈ കാറ്റക്കിസത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഓരോ ഇടവകയിലും പിള്ളേരെ കാറ്റക്കിസത്തിന് ചേർത്തുന്ന മാതാപിതാക്കളിൽ നിന്ന് മന്ത്ലി ഒരു ചെറിയ ഫീസ് ഈടാക്കുകയും ചെയ്താൽ കുട്ടികളെ കാറ്റക്കിസത്തിന് വിടാനൊരു ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് കൂടുകയും അതിനൊരു ഗൗരവം കുട്ടികൾ കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ ഫീസ് ഈടാക്കുകയും ഭാവിയിൽ എങ്ങാനും ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് മറ്റു മതക്കാർക്ക് കിട്ടുന്നത് പോലെ ഒരു എയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടെ കൂട്ടിച്ചേർത്ത് കാറ്റക്കിസം പ്രധാന അധ്യാപകർക്കെങ്കിലും ചെറിയൊരു ശമ്പളം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, ഐ റിപ്പീറ്റ്, ചെറിയൊരു ശമ്പളം നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ കാറ്റക്കിസം അധ്യാപകർക്ക് സ്പെഷ്യലായിട്ട് POC തലത്തിൽ, അതായത് ഞാൻ പറയുന്നത് KCBC തലത്തിലോ അല്ലെങ്കിൽ സീറോ മലബാർ മൗണ്ടിലോ വെച്ച് വർഷത്തിൽ 2-3 ദിവസം താമസിച്ചുള്ള നല്ല ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും. കാര്യം ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കാറ്റക്കിസം അധ്യാപകരാകാൻ പറ്റുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവർക്ക് മന്ത്ലി ഒരു ചെറിയൊരു ഇൻകം കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ആശയം പറയുന്നതേ ഉള്ളൂ, ഉൾക്കൊള്ളുകയോ തള്ളുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് വൈകിപ്പോയി. ഞാൻ ആയിരുന്ന പൊസിഷനിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് എതിർപ്പുണ്ടാവുന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് അല്പം നീങ്ങി നിന്ന് ഒരു സ്വതന്ത്ര വിശ്വാസിയായതിനു ശേഷമാണ് ഞാൻ ധൈര്യമായിട്ട് ഈ കാര്യങ്ങൾ പരസ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷെ അല്പം കൂടെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ കാറ്റക്കിസം ടീച്ചർ പൊതുവെ ഇപ്പോൾ ആരാണ്? ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതാണ് നമ്മളുടെ മതബോധന അധ്യാപകരെ. കാരണം അവർക്ക് അവരുടെ ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കൾ, കുടുംബം, ജോലി, ഒരുപാട് തിരക്കുകളും ബാധ്യതകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഞായറാഴ്ചകളിൽ, അവർക്ക് ആകെ അവധിയുള്ള ഞായറാഴ്ചകളിൽ വല്ലവരുടെയും മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് ഇവർ. അതുകൊണ്ട് കാറ്റക്കിസം മതാധ്യാപകരെ ഞാൻ പ്രത്യേകം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഈ മതാധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു തെറ്റിനെയാണ് ഞാൻ പറയുന്നത്. പൊതുവെ ഒരു ഇടവകയിലെ വികാരി അച്ഛൻ ഒരു അധ്യാപകനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ആ നാട്ടിലുള്ള മൊത്തം കുടുംബത്തിൽ ആരാണ് വെറുതെ ഇരിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് അവർ ബൈബിൾ പഠിച്ചിട്ടുണ്ടോ, അവർ അറ്റ്ലീസ്റ്റ് ഒരു ധ്യാനമെങ്കിലും കൂടിയിട്ടുണ്ടോ, അവർക്ക് പള്ളിയുമായി വളരെ അടുപ്പമുണ്ടോ എന്നൊന്നും ചോദിച്ചോളണമെന്നില്ല. ഏലിയമ്മേ അല്ലെങ്കിൽ തെരേസ്യമ്മേ അല്ലെ ജോണിക്കുട്ട, ഈ വർഷം വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, അടുത്ത വർഷമല്ലേ കല്യാണമൊക്കെ ആവുള്ളൂ, നമുക്ക് ഈ വർഷം കാറ്റക്കിസം ടീച്ചർ ആയാലോ എന്ന് ചോദിച്ച് അവരെ വിളിക്കുന്ന ഒരു സാഹചര്യം എല്ലാവിടെയും ഉണ്ടെന്നല്ല, എല്ലാ വൈദികരും അങ്ങനെ ചെയ്യുന്നെന്നല്ല, ചില കേസുകളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടില്ലേ? ചിന്തിക്കാൻ വേണ്ടി പറയാം.
അപ്പോൾ പലപ്പോഴും നമ്മളുടെ പിള്ളേർ ലവ് ജിഹാദിൽ കുടുങ്ങിപ്പോയെന്നോ, അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൽ പോയെന്നോ, അല്ലെങ്കിൽ പള്ളി പോകുന്നില്ലെന്നോ, അല്ലെങ്കിൽ ഡ്രഗ്സിനോ മൊബൈലിനോ ഒക്കെ അഡിക്റ്റ് ആയി പോയെന്നോ, വിശ്വാസം പാടെ ത്യജിച്ചെന്നോ ഒക്കെ പറഞ്ഞ് ഭയങ്കര വെപ്രാളപ്പെടുന്ന മാതാപിതാക്കളും മതാധ്യാപകരും ഒരേപോലെ ചിന്തിക്കണം, നമ്മുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ കൊടുത്തതിൽ ചെറിയ തെറ്റ് പറ്റിപ്പോയിട്ടില്ലേ? എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എനിക്ക് രണ്ടും അറിയാവില്ല. ഞാൻ ഇസ്ലാമിൻ്റെ മതാധ്യാപനം പഠിച്ച ഒരാളാണ്. ഞാൻ ഇവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് 28 വർഷമായി. ഫ്രം ദി എക്സ്പീരിയൻസ് ഞാൻ പറയാം, നമ്മുടെ കാറ്റഗിസത്തിന് ഒരു വലിയ അഴിച്ചുപണി നടന്നാൽ മാത്രമേ അടുത്ത തലമുറയിലെങ്കിലും നമ്മളുടെ പിള്ളേർ സ്ട്രോങ് ആയ വിശ്വാസത്തിൽ വളരുള്ളൂ. ഇത് പലപ്പോഴും പല സ്ഥലത്തും ഞാൻ പ്രസംഗിച്ചപ്പോഴേക്കും ആളുകൾക്ക് ദേഷ്യമായി. എത്രത്തോളം ദേഷ്യമായെന്നറിയാം? ഇവനാരായി പുതിയ ആശയം ഇവിടെ കൊണ്ടുവന്ന് പറയാം. ഒരു സ്ത്രീ എനിക്കെതിരെ ഒരു പ്രസംഗം തന്നെ അപ്ലോഡ് ചെയ്തത് എങ്ങനെയാണെന്നറിയോ? ഇവൻ ഉപേക്ഷിച്ച് പോകുന്ന ഇവൻ്റെ ഭാര്യയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് ഇപ്പം കല്യാണം കഴിച്ച ഭാര്യയോടെന്ന്. അവൻ പണ്ട് ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യയുടെ മഹത്വം ഇപ്പം കെട്ടിയ ഭാര്യയോട് പറയും എന്ന് പറഞ്ഞാൽ, ഞാൻ ഉപേക്ഷിച്ച് വന്ന ഇസ്ലാമിൻ്റെ മഹത്വം ഇപ്പോൾ വന്ന് ക്രിസ്തു മതത്തിൽ വന്ന് പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത്. ഇത് മഹത്വം പറഞ്ഞതല്ല, നമ്മൾ ചിലതൊക്കെ കണ്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതാണ്. അത് മഹത്വമല്ല, നമ്മളിൽ വന്നു പോയ വീഴ്ചകൾ തിരിച്ചറിയാനുള്ള ഒരു ഇൻഫർമേഷൻ തന്നു. അത് മനസ്സിലാക്കാന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എൻ്റെ മക്കൾ കാറ്റഗിസം 12 വരെ പഠിച്ചു, 2 പേരും. അവരെ 0-ൽ നിന്ന് 12 വരെ പഠിച്ച എൻ്റെ 2 മക്കളുള്ളത് കൊണ്ടും അവരുടെ കാറ്റഗിസം പുസ്തകങ്ങൾ ഞാൻ ചെക്ക് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം പറയാം. എൻ്റെ മക്കൾക്ക് കുമ്പസാരത്തെക്കുറിച്ച് അവർ പഠിച്ചത് 3, 4, 5 ക്ലാസ്സിൽ നിന്ന് ഇച്ചിരി പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അവരെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരു പാഠപുസ്തകത്തിലും അതുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു സബ്ജക്റ്റ് ഒരു വർഷം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പിന്നെ അടുത്ത വർഷം വേറെ സബ്ജക്റ്റ്. ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും ഇവർ പഠിച്ച കുമ്പസാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൂദാശകളെക്കുറിച്ച് പിന്നെ ഇവരങ്ങ് മറന്നുപോയി. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ 5ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ 6ാം ക്ലാസ്സിൽ അതിൻ്റെ ഹയർ വെർഷൻ ഇംഗ്ലീഷ് പഠിപ്പിക്കില്ലേ? 7-ൽ അതിൻ്റെ ഹയർ വെർഷൻ പഠിപ്പിക്കില്ലേ? 8-ൽ അതിൻ്റെ ഹയർ വെർഷൻ പഠിപ്പിക്കില്ലേ? 9-ൽ അതിൻ്റെ ഹയർ വെർഷൻ പഠിപ്പിക്കില്ലേ? പഠിപ്പിക്കുന്നത് 12ാം ക്ലാസ് വരെയും അതേ സബ്ജക്റ്റിൻ്റെ ഹയർ വെർഷൻ പഠിപ്പിച്ച് മക്കളിലേക്ക് ആ ലാംഗ്വേജ് തറച്ച് ഇറങ്ങുന്നത് പോലെ തന്നെയല്ലേ കാറ്റഗിസവും വേണ്ടത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു 3ാം ക്ലാസ്സിൽ നിന്നും നിങ്ങൾ കൂദാശകൾ പഠിപ്പിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് കുമ്പസാരത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ 4ാം ക്ലാസ്സിൽ അതിൻ്റെ അല്പം ഹയർ വെർഷൻ പഠിപ്പിച്ചേ പറ്റൂ, 5-ലും പഠിപ്പിച്ചേ പറ്റൂ. 6-ലും 12-ൽ എത്തുമ്പോഴും ഈ കുമ്പസാരം എന്ന ചിന്ത ഇവരുടെ ഉള്ളിൽ കയറി പോയാൽ മാത്രമേ മരണം വരെ ഈ കുമ്പസാരത്തിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ നിൽക്കുള്ളൂ. അവർ മന്ത്ലിയെങ്കിലും കുമ്പസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാറ്റഗിസം പുസ്തകത്തിൽ തന്നെ അതിൻ്റെ ഘടനയിൽ തന്നെ വലിയൊരു മാറ്റം വരണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് മാരിയോ. ഇത്രയൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചിലർക്ക് ഇഷ്ടക്കുറവായിട്ട് ചിന്തിച്ചേക്കാം. ഇതൊക്കെ പറയാൻ താനാരാ? നമുക്കിവിടെ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയില്ലേ, കർദിനാളില്ലേ, കർദിനാൾമാരില്ലേ, അതുപോലെ ആർച്ച് ബിഷപ്പ്മാരില്ലേ, ബിഷപ്പ്മാരില്ലേ, വൈദികരില്ലേ, ഒക്കെ ഇല്ല. പിന്നെ നീ എന്തിനാ ഇത് പറയുന്നേ? എനിക്കറിയില്ല ഞാൻ ആരാ. ഞാനൊരു വിശ്വാസിയാണ്, വെറും ഒരു വിശ്വാസി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും എനിക്കറിയാം. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തായ്തണ്ടോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ തായ്തണ്ടോട് ചേർന്ന് നിൽക്കുന്നു. ഈ ശാഖ പറയുന്നു. ഒരുപക്ഷെ നിങ്ങളൊക്കെ നിഷേധിച്ചാലും ആർക്കെങ്കിലും ഒരാൾക്കിത് മൈൻഡിൽ ഉൾക്കൊണ്ട് ഒരുപക്ഷെ സാലറി ഒന്നും കൊടുക്കുന്ന തരത്തിലേക്ക് കാറ്റഗിസം ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരാൻ ഒന്നും സാധിച്ചില്ലെങ്കിൽ പോലും ഇത് കേൾക്കുന്ന കാറ്റഗിസം ടീച്ചറായ നമ്മുടെ ഏലിക്കുട്ടി ആൻറ്റി, ഒരു ഉദാഹരണം പറയാണ്, ഏലിക്കുട്ടി ആൻറ്റി ഇത് എനിക്ക് ശമ്പളമൊന്നുമില്ലെങ്കിലും ഞാനൊരു ട്രെയിനിങ് ഒക്കെ പോയി കൂടട്ടെ, ഞാൻ POCന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഇച്ചിരി ബൈബിളൊക്കെ പഠിക്കട്ടെ, ഇച്ചിരി തിയോളജി ഓൺലൈൻ കോഴ്സിൽ എവിടെന്നെങ്കിലും പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ വൃത്തിക്ക് ക്ലാസ് എടുക്കട്ടെ എന്ന് തോന്നിക്കിട്ടിയാലെങ്കിലും ഈ ക്ലാസ് കൊണ്ട് ഗുണമുണ്ടാവുമല്ലോ. ഓൺലൈനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവശാസ്ത്രം പഠിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിൽ ബാച്ചലർ ഓഫ് ഡിവിനിറ്റി ഒക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. ശ്രാംപൂർ യൂണിവേഴ്സിറ്റിയിലോ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ചേർന്ന് ഓൺലൈനിലായിട്ട് പഠിക്കാം. കുറച്ച് ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ പഠിച്ച് നല്ലതായിരിക്കും. അതിന് റെഫറൻസ് പുസ്തകങ്ങളുടെ ഡീറ്റെയിൽ ഞാൻ തരാം. അങ്ങനെ കാറ്റഗിസം ടീച്ചേഴ്സ് സ്വയമേ എങ്കിലും മാറിയാൽ ഈ ക്ലാസ് കൊണ്ട് ഗുണമാകുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഒരു ചടങ്ങ് പോലെ കാര്യങ്ങൾ പോകാമെന്നല്ലാതെ ഇതിനൊരു റൂട്ടില്ല. അതായത് ഇതിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ജാതിപതിയായിട്ടാണ് നിൽക്കുന്നത്, ഒരു വിശ്വാസമായിട്ടല്ല ഇത് നിൽക്കുന്നത്. സോറി കേട്ടോ, എന്നോട് ദേഷ്യപ്പെടല്ലേ. സിറോ മലബാർ അല്ലെങ്കിൽ ലാറ്റിൻ അല്ലെങ്കിൽ മലങ്കര എന്ന് പറയുമ്പം ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റിൽ നിൽക്കുക എന്നല്ലാതെ ഒരു സ്പിരിച്വാലിറ്റി സ്പിരിറ്റിലേക്ക്, ഒരു ആത്മീയതയുടെ ആഴത്തിലേക്ക് നീങ്ങുന്ന പിള്ളേരുടെ എണ്ണമൊക്കെ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. പൊതുവേ നമ്മളിപ്പം ഒന്ന് പറഞ്ഞ് 2 ആത്മീയത എന്ന് പറഞ്ഞാൽ സമുദായ സ്നേഹം എന്നാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സമുദായത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഓടുകയാണ്. എന്താണ് സമുദായ സംരക്ഷണം?
ഇവിടെ ആരാണ് സമുദായത്തെ സംരക്ഷിക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ പറഞ്ഞോളാം. കാര്യം ഇതിൽ നിന്ന് ഞാൻ ഇച്ചിരി ഒന്ന് വഴിതെറ്റിപ്പോയതുകൊണ്ടാണ്. തിരിച്ച് ഞാൻ സബ്ജക്റ്റിലേക്ക് വരുന്നു. നമ്മൾ തുടങ്ങിയത് ഞങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ ഞങ്ങൾ ആരാന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഈ പ്രാർത്ഥനയുടെ ഒരൊറ്റ വരിയുടെ അർത്ഥവും പൊതുവേ നമുക്ക് ആർക്കും അറിയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് അറിയുന്നവർ കാണും, കുറേ പേര് അറിയാത്തവർ കാണും. മാത്രമല്ല ഇതിന് ഓരോരുത്തർക്കും അവരവരുടെ വ്യാഖ്യാനങ്ങൾ കാണും. പക്ഷെ ആധികാരികമായിട്ട് സഭയുടെ പഠനവുമായി ഒത്തുപോകുന്ന 7 അർത്ഥങ്ങളാണ് എനിക്ക് പ്രാർത്ഥനയ്ക്ക് മൊത്തം കിട്ടിയത്. അപ്പോൾ 7 എപ്പിസോഡ് വീഡിയോ ആയിട്ട് പ്രാർത്ഥനകളെ കുറിച്ചിട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിൽ ഒരർത്ഥം എടുക്കാൻ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇതിന് അടുത്ത എപ്പിസോഡ് ഞാനിങ്ങനെ മാറി ഇട്ടുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ എന്നതിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ഉൽപ്പത്തി പുസ്തകം അനുസരിച്ച് ആദിയിൽ ദൈവം സ്വന്തം ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. സ്വന്തം ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്ന് അർത്ഥമില്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് മാരിയോ ജോസഫ് ഈ കണ്ണാടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ മോനാന്ന് അർത്ഥമില്ല, ഇതെൻ്റെ മോളാന്ന് അർത്ഥമില്ല. ഇത് എൻ്റെ സൃഷ്ടിയാണെന്നാണ് അർത്ഥം. ഈ കണ്ണാടി മാരിയോയുടെ സൃഷ്ടിയാണ്. അങ്ങനെയല്ലേ? ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന മേശ ആശാരിയായ ഞാൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ സൃഷ്ടി എന്നാണ് അർത്ഥം. മോനെന്നോ മോളെന്നോ അർത്ഥമില്ല. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടികളാണെന്ന അർത്ഥം. മോനെന്നോ ഒരർത്ഥം അതിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ എഴുതണം: ആദിയിൽ ദൈവം സ്വന്തം ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ പ്രസവിച്ചു എന്നെഴുതിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. സൃഷ്ടിച്ചു എന്നെഴുതിയിട്ട് മക്കളുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു ചിന്ത, കുറ്റപ്പെടുത്തുമൊന്നും അല്ല കേട്ടോ, വിധിക്കുമൊന്നുമല്ല, ഒരു ചിന്ത പങ്കിടാണ്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, മനുഷ്യനെ ദൈവം അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ ഛായാ സദൃശ്യം. ഈ ഛായാ സദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മലയാളത്തിലാണ് ഛായാ സദൃശ്യം എന്നുള്ളത്. അതിനൊരുപാട് വ്യാഖ്യാനങ്ങൾ പല പണ്ഡിതന്മാരും തന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് മാത്രം ഞാനിവിടെ എടുക്കുക. ഹെബ്രായ ഭാഷയിൽ, ഹീബ്രു ഭാഷയിലാണ് ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. അതിൽ ഛായാ സദൃശ്യത്തിന് ഉപയോഗിച്ച ഒരു വാക്ക് സാലെം എന്നാണ്. SALEM, സാലെം. അതൊരു ഹീബ്രു വാക്കാണ്. സാലെം എന്ന ഹീബ്രു വാക്കിനെ അങ്ങനെ തന്നെ മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ പ്രതിമ എന്നാണ് അർത്ഥം. ഐ റിപ്പീറ്റ്, പ്രതിമ എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് നമ്മൾ ഗാന്ധിയുടെ പ്രതിമ കാണും, അംബേദ്കറിന്റെ പ്രതിമ കാണും, നമ്മൾ ഒരുപാട് മഹാന്മാരുടെ പ്രതിമ ഭൂമി കാണാറുണ്ട്. ആ പ്രതിമ, സ്റ്റാച്യു. അപ്പൊ എങ്ങനെ വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ? ആദിയിൽ ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞെടുത്ത് ആദിയിൽ ദൈവം തൻ്റെ പ്രതിബിംബമായി അല്ലെങ്കിൽ തൻ്റെ ശിലയായി മനുഷ്യനെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം തൻ്റെ പ്രതിമയായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വേണം എഴുതാൻ. അപ്പൊ മാരിയോ ദൈവത്തിന്റെ പ്രതിമയാണ്, ഇത് കേൾക്കുന്ന അപ്പച്ചൻ ദൈവത്തിന്റെ പ്രതിമയാണ്, അമ്മച്ചി ദൈവത്തിന്റെ പ്രതിമയാണ്, കൂട്ടുകാർ ദൈവത്തിന്റെ പ്രതിമകളാണ്, സകല മനുഷ്യരും ദൈവത്തിന്റെ പ്രതിമകളാണ്. പ്രതിമകളുടെ പ്രത്യേകത എന്താണ്? മഹാത്മാഗാന്ധിയുടെ പ്രതിമ മഹാത്മാഗാന്ധി അല്ല, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ആ പ്രതിമയെ നിന്ദിച്ചാൽ നിങ്ങളെ പോലീസ് പിടിക്കും. കാരണം പ്രതിമയെ നിന്ദിച്ചാൽ അത് ഗാന്ധിക്ക് കൊള്ളുന്നാണ് വിശ്വാസം. ഇനി ഗാന്ധിയുടെ പ്രതിമയെ നിങ്ങൾ ബഹുമാനിച്ച് വൃത്തിയാക്കിയൊക്കെ സൂക്ഷിച്ചാൽ അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സുകാർക്കെങ്കിലും നിങ്ങളോട് സ്നേഹം ഉണ്ടാവും. ഞാൻ എന്തിനാ പറയുന്നത്? ഒരു പ്രതിമയെ നിങ്ങൾ ബഹുമാനിച്ചാൽ ആ പ്രതിമ ആരുടേതാണോ ആൾക്ക് ബഹുമാനം. ഒരു പ്രതിമയെ നിന്ദിച്ചാൽ ആ പ്രതിമയെ ആരെ റെപ്രസെന്റ് ചെയ്യുന്നോ ആൾക്ക് നിന്ദ്യത എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആദിയിൽ ദൈവം തൻ്റെ പ്രതിമയായി മാരിയോയെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മാരിയോയെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്നു, ഒരാൾ മാരിയോയെ നിന്ദിക്കുമ്പോൾ ദൈവത്തെ നിന്ദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാരിയോ മറ്റൊരാളെ, ആ വ്യക്തി ഹിന്ദുവോ മുസ്ലിമോ ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ പാർസി മതക്കാരനോ എത്തീസ്റ്റോ നിരീശ്വരവാദിയോ ആണോ പെണ്ണോ ഈ ഏത് ഭാഷക്കാരനോ എന്തോ ആകാം, പക്ഷെ മറ്റൊരു മനുഷ്യനെ ഞാൻ നിന്ദിച്ചാൽ ഞാൻ ഡയറക്റ്റായി നിന്ദിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ദൈവത്തോടുള്ള സ്നേഹം മൂത്ത് കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി ഉറക്കെ വിളിച്ചു പറയാനുള്ള വെമ്പൽ കൊള്ളുന്ന എത്രയോ മിഷണറിമാരാണ് മറ്റു മതക്കാരെ വളരെ അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്, എന്താ പറയുക, ചീത്ത എഴുതുന്നത്. ഈവൻ എന്നെപ്പോലും മൗദൂദി എന്ന് വിളിക്കുന്ന കാലത്ത് എന്നെ വളരെ മോശമായ കുറേ വാക്കുകൾ ഉപയോഗിച്ച് വിളിച്ചത് എല്ലാം മിഷണറിമാരാണ്.
ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പ്രാർത്ഥനയുടെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. ഒരു ദിവസം 4, 5, 10 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കാണാണ്ട് പഠിച്ചിട്ടേ ഉള്ളൂ. അർത്ഥം അറിയാത്തതാണ് നമുക്ക് പറ്റിയ തെറ്റ്. പലപ്പോഴും എനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതേ ഭാഷയിൽ തിരിച്ച് സംസാരിക്കാൻ പറ്റാതെ പോയത് ഇതിൻ്റെ അർത്ഥം അറിയാവുന്നതുകൊണ്ടാണ്. എന്താ അർത്ഥം? ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ പ്രതിമകളാണ്. അയാ ഫാഖിറം ബിൻ നസബി കൈഫാ തഫാഖുറു വഅസുലുക മുമിൻ ഖബ്ലു തീയമ്പ നായരു വആശാരി മൂശാരി വമണ്ണാനു പറയനുൻ വകുശവേനു ചെട്ട്യാടി വനായാടി പാണരു. ഇന്ത്യയിൽ ജനിച്ച ഏത് ക്രിസ്ത്യാനികളുടെ മുൻ തലമുറക്കാരെ എടുത്താലും അതായത് ഹൈന്ദവ മതമല്ലാതെ വേറെ ഏത് മതത്തിൻ്റെ മുൻ തലമുറകളിലേക്ക് പോയാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും ഒരു സമുദായത്തിൽ അംഗമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് പുതുക്രിസ്ത്യാനിന്നും ഇന്നലെ ഉണ്ടായവനെന്നും ആ ജാതിക്കാരനെന്നും ഈ ജാതിക്കാരനെന്നും ഒരു ക്രിസ്ത്യാനിക്കും ആരെയും വിളിക്കാൻ പറ്റില്ല. ഒന്നും കൂടെ പറഞ്ഞോട്ടെ എൻ്റെ അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, എന്നെ ഇങ്ങനെ വളരെ മോശമായി എഴുതിയ കത്തോലിക്കരോട് പറഞ്ഞോട്ടെ, ഒരു പ്രാവശ്യമാണെങ്കിൽ പോലും യേശു ക്രിസ്തുവിൻ്റെ രക്തശരീരം കാസയിൽ നിന്നും പിലാസയിൽ നിന്നും ഭക്ഷിച്ച എൻ്റെ ഉള്ളിൽ ഈശോ ജീവിച്ചിരിപ്പില്ലേ? നിങ്ങളുടെ ഉള്ളിൽ ഈശോ ജീവിച്ചിരിപ്പില്ലേ? പിന്നെ എങ്ങനെയാണ് നമുക്ക് പരസ്പരം നിന്ദിക്കാൻ സാധിക്കുന്നത്? നിന്ദ്യതയുടെ ആത്മാവ് പരിശുദ്ധാത്മാവല്ല. മറ്റുള്ളവരെ കൊച്ചാക്കുന്ന ആത്മാവ്, മറ്റുള്ളവരെ കളിയാക്കുന്ന ആത്മാവ്, അത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല. വിശ്വാസ തീഷ്ണത കൊണ്ടാണെന്ന് തോന്നി അതിനെ അഭിനന്ദിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. വിശ്വാസ തീഷ്ണത കൊണ്ട് ചില മിഷണറിമാരിൽ മറ്റു മതക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന, കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന, താറടിച്ച് കാണിക്കുന്ന പ്രവണത കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം ഒരിറ്റുള്ള ആളുകൾ ഓർക്കണം, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ പ്രതിമകളാണ്. അതുകൊണ്ട് ഒരു പ്രതിമയെ നിന്ദിച്ചാൽ ദൈവത്തിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്, ഏത് മനുഷ്യനെ നിന്ദിച്ചാലും. ഇപ്പം 2 കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. 1, മനുഷ്യർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. 2, മനുഷ്യർ ദൈവത്തിൻ്റെ പ്രതിമകളാണ്. ദൈവത്തിൻ്റെ പ്രതിമകളാണ് മനുഷ്യരെന്ന അർത്ഥത്തിൽ സകല മനുഷ്യരും സഹോദരി സഹോദരങ്ങളാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ഈ ഭൂമിയിലെ അറൗണ്ട് ദി ഗ്ലോബ് എല്ലാവരും, ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ചൈനക്കാരും അഫ്ഗാൻകാരും താലിബാൻകാരും എന്താ പറയുക മിഡിൽ ഈസ്റ്റും, ഇനി അല്ല എങ്കിൽ യൂറോപ്പും അമേരിക്കയും, അത് തന്നെ സൗത്തും നോർത്തും, ഇനി അല്ലെങ്കിൽ കാനഡയും അന്റാർട്ടിക്കയും, നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗം എടുത്താലും സകല മനുഷ്യരും ചേട്ടാനുജന്മാരാണ്. കാരണം നമ്മളെല്ലാം ദൈവത്തിൻ്റെ പ്രതിമകളാണ്. വി ആർ ഈക്വൽ. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. ചെറിയവനും വലിയവനും ഇല്ല ദൈവത്തിൻ്റെ മുമ്പിൽ. എല്ലാവരും ദൈവത്തിൻ്റെ പ്രതിമകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും സഹായിക്കണം. ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അതാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മതവും ജാതിയൊന്നും നോക്കില്ല, മനുഷ്യരാണോ സഹായിച്ചിരിക്കും. ഇതിൻ്റെ ഇടയിൽ മാരിയോ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നതല്ല കേട്ടോ. ചെയ്യുന്നത് മാരിയോ ഇത് കണ്ടുപഠിച്ചതേ പരിശുദ്ധ സഭയിൽ നിന്നാണ്. അപ്പം മാരിയോയെ ഇത് പഠിപ്പിച്ച് തന്നത് പരിശുദ്ധ സഭയാണ്. എനിക്കൊന്ന് ലോകത്തിൽ കാരുണ്യം എന്താണെന്ന് പഠിപ്പിച്ചത് കത്തോലിക്ക സഭയാണ്. ഞാനിന്ന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ഗോസ് ടു കാത്തലിക് ചർച്ച്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രതിമകളായ സകല മനുഷ്യർക്കും ദൈവം തൻ്റെ തന്നെ ജീവൻ നൽകി. ഐ റിപ്പീറ്റ്, ദൈവം അവൻ്റെ തന്നെ ജീവൻ നൽകി. ഒന്നും കൂടെ പറഞ്ഞാൽ നിത്യജീവൻ നൽകി. ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കി മാറ്റണമെന്ന ഒരു തീരുമാനം ദൈവത്തിനുണ്ടായിരുന്നു. ലോകത്തിലുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, പക്ഷേ ദൈവത്തിൻ്റെ പ്രതിമകളായ സൃഷ്ടികളാണ്. സകല മനുഷ്യരും സഹോദരങ്ങളാണ്. പരസ്പര സ്നേഹത്തിലേ വർത്തിക്കാൻ പറ്റുള്ളൂ. ആരും ആർക്കെതിരെ ചെയ്താൽ അത് ദൈവത്തിനെതിരെയാണ്. ആരെ സ്നേഹിച്ചാലും അത് ദൈവത്തോടുള്ള സ്നേഹമാണ്. എങ്കിലും ഈ മനുഷ്യന് ദൈവം അവൻ്റെ ജീവൻ നൽകി, നിത്യജീവൻ നൽകി, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. അതിന് ദൈവം ചെയ്ത പണി എന്താണെന്ന് നിങ്ങൾ നോക്കാം. അതിന് ദൈവം ചെയ്തത് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ 1:12. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ദൈവവചനമാണിത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഞാനത് കുറച്ചും കൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ വായിക്കുകയാണ്. യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകിയെന്ന്. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? ശ്രദ്ധിച്ച് കേട്ടോണേ.
ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ പ്രതിമകളാണ്. പ്രതിമകൾ എന്ന നിലയിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. ഇവർ പരസ്പരം എല്ലാവരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. പക്ഷെ ദൈവത്തിന് ആദിജാതനും ഏകജാതനുമായി ഒരേ ഒരു മകനേ ഉള്ളൂ. അത് അവൻ്റെ വചനം മാംസം ധരിച്ച യേശു ക്രിസ്തു. ദൈവത്തിന് ആദിജാതനും ഏകജാതനുമായുള്ള ദൈവത്തിൻ്റെ ഏകപുത്രൻ, ദൈവത്തിൻ്റെ വചനം, ആദിയിലേ ഉണ്ടായിരുന്ന വചനം മാംസം ധരിച്ച പുത്രൻ യേശു ക്രിസ്തു. എന്നിട്ട് വചനം പറയാണ്, ദൈവത്തിൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്നറിയോ? ആ പുത്രനെ സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായി മാറാൻ വേണ്ടി. ഒന്നും കൂടെ പറഞ്ഞാൽ, ലോകത്തിലുള്ള ദൈവത്തിൻ്റെ പ്രതിമകളായ സകല സൃഷ്ടികളായ മനുഷ്യരെയും ദൈവരാജ്യത്തിലെ ദത്തുമക്കളാക്കി ഏറ്റെടുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ അയച്ചത് എന്നാണ് ഈ വചനത്തിൻ്റെ സാരം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഇനി ഈ വചനം പോരെങ്കിൽ ഒന്നും കൂടെ വായിക്കാം. ഗലാത്യർ 3:26. ഗലാത്യർ 3:26. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനും മകളുമായി മാറാനുള്ള കാരണം ദൈവത്തിൻ്റെ ആദിജാതനും ഏകജാതനുമായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. പോരെങ്കിൽ ഇനിയും ഒരു വചനം കൂടെ പറയട്ടെ. എഫേസുസ് 1:5. എഫേസുസ് ലേഖനം 1:5. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തിൻ്റെ പ്രതിമകളാണ്, ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ്. പക്ഷെ ഈ മനുഷ്യരിൽ നിന്ന് കുറേ പേര് ദൈവത്തിൻ്റെ ദത്തുമക്കളാകാൻ മുന്നേ തീരുമാനിച്ചു. അത് യേശു ക്രിസ്തു വഴി. ഒരിക്കൽ കൂടെ വായിക്കാം. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ സുലൈമാൻ ഇബിൻ അഹ്മദ് എന്ന ഞാനും പെട്ടതുകൊണ്ടാണ് ഇന്നെൻ്റെ പേര് മാരിയോ ജോസഫ്. ഇനി ഒരു വചനവും കൂടെ അതുമായി ബന്ധപ്പെട്ട് വായിക്കട്ടെ. അത് ഗലാത്യ ലേഖനം 4:4-7 വരെ. ഗലാത്യർ 4:4-7 വരെ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്, എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അവൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ നമ്മൾ ദാസന്മാരല്ല, പിന്നെയോ പുത്രരാണ്. പുത്രരാണെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശികളുമാണ്. ഈ പറഞ്ഞതിൻ്റെ സാരം എന്നാ? ദൈവത്തിൻ്റെ ആദിജാതനും ഏകജാതനുമായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വർഷിച്ചതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ കൂടെ നിന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗത്തിൽ അവകാശികളാണ്. നമ്മളിനി ദാസന്മാരല്ല, നമ്മളിനി അടിമകളുമല്ല, ദൈവത്തിൻ്റെ ദത്തുമക്കളാണ്. അപ്പൊ എന്താ ഇത്ര നേരം മാരിയോ പറഞ്ഞത്? ഒരിക്കൽ കൂടെ പറയട്ടെ. ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ പ്രതിമകളാണ്. മനുഷ്യർ പരസ്പരം സ്നേഹിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അത് ദൈവത്തോടുള്ള നിന്ദതയാണ്. അതുകൊണ്ട് മനുഷ്യരെല്ലാം സഹോദരി സഹോദരങ്ങളാണ്, സംശയമില്ല. പക്ഷെ ദൈവത്തിന് ആദിജാതനും ഏകജാതനുമായി ഒരു മകനേ ഉള്ളൂ, യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്നറിയോ? ഏതെങ്കിലും മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവർ ദൈവത്തിൻ്റെ ദത്തുമക്കളായി മാറാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാമെന്ന് ബോധ്യം കിട്ടിയത് മൂലം യേശുവിനോട് ഞാൻ എനിക്ക് നിന്നെ വേണം, എനിക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണമെന്ന് പറയാൻ ഇടയായത്. മാരിയോ ജോസഫ് ആയിരുന്ന ഞാൻ ദൈവത്തിൻ്റെ അടിമയായിരുന്നത് കൊണ്ട് കൈ ഇങ്ങനെ കെട്ടി ഒരടിമയെ പോലെ, അടിയാനെ പോലെ നിന്ന് നിസ്കരിച്ചെടുത്ത് നിന്ന് ഒരു കുഞ്ഞു കൊച്ച് സ്വന്തം അപ്പൻ്റെ മുമ്പിൽ കൈ ഉയർത്തി കരയുന്ന സ്വാതന്ത്ര്യത്തോടെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് കൈ ഉയർത്തിയിട്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് കിട്ടിയത്.
ഞാനിന്ന് ദൈവത്തിൻ്റെ ദത്തുമകനാണ്. ഒരുപക്ഷെ നിങ്ങൾ തുടക്കത്തിൽ എഴുതിയ കമൻ്റ് എന്തായിരിക്കും? ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്നാണ്. ഗതികേടിന് ഞാൻ മാനസാന്തരപ്പെടുന്ന കാലത്ത് ക്രിസ്ത്യാനികളൊക്കെ എന്നോട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇന്നും മുസ്ലിമായി ജീവിക്കുമായിരുന്നു. കാരണം അവരും മക്കള്, നമ്മളും മക്കള്, എല്ലാവരും മക്കള്. പിന്നെന്താ കുഴപ്പം? എവിടെയോ നമ്മളുടെ പഠനത്തിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മളുടെ ചെറുപ്പക്കാർ കുറേ പേര് മുസ്ലിമീങ്ങളെ കല്യാണം കഴിക്കുന്നത്, ലവ് ജിഹാദിൽ കുരുങ്ങുന്നത്. എന്നിട്ട് നമ്മളുടെ ചെറുപ്പക്കാരിയോട്, മോളെ നീ നല്ല തറവാട്ടിലെ അച്ചായന് പിറന്നിട്ട് നീ എന്തടി മുസ്ലിമിൻ്റെ കൂടെ പോയേ? അപ്പോൾ അവളുടെ മറുപടി, നിങ്ങളല്ലേ പറഞ്ഞു എല്ലാവരും മക്കൾ, അവരും മക്കൾ, നമ്മളും മക്കൾ, എല്ലാവരും മക്കൾ, ആരെ കെട്ടിയാൽ എന്താപ്പാ, ആരെ കെട്ടിയാൽ എന്താ അച്ഛാ എന്ന് തിരിച്ച് നമ്മളോട് ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതല്ലേ സത്യം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ ഗൗരവം? വിഷമം വിചാരിക്കരുത്, ഇത് ഗൗരവമായ വിഷയമാണ്. ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ നല്ല കത്തോലിക്ക കുടുംബത്തിൽ പിറന്ന മക്കൾക്ക് മറ്റു മതക്കാരെ പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ഒരു മടി ഉണ്ടാവില്ല. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ. ഇതിനർത്ഥം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നില്ലെന്നല്ല. മാരിയോ പ്രത്യേകം പറഞ്ഞ എല്ലാവരും ദൈവത്തിൻ്റെ പ്രതിമകളാണ്, ദൈവത്തിൻ്റെ പ്രതിമകളാണ്. ഒരു പ്രതിമയെ നിന്ദിച്ചാൽ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അപ്പം മറ്റു മതക്കാരെ നിന്ദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ മക്കളാവുന്നില്ല. മക്കളാകുന്നത് ആരാന്നറിയോ? ദൈവത്തിൻ്റെ ഏകമകൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ മാത്രമാണ് ദൈവത്തിൻ്റെ ദത്തുമക്കൾ. അത് ഓർത്തോണം. അല്ലെങ്കിലും നിങ്ങൾ മരിച്ചടക്കിന് പങ്കെടുത്തിട്ടില്ലേ? മരിച്ചടക്കിന് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പാടുന്ന പാട്ടെന്താ? മാമോദീസ വഴി അങ്ങേ സുതരാണിവരം നോക്കണമേ. മാമോദീസ സ്വീകരിച്ചത് ദൈവത്തിൻ്റെ ദത്തുമോനും ദത്തുമകളും ആകാൻ വേണ്ടിയാണെന്ന്. മാരിയോ ജോസഫ്, സുലൈമാൻ മാരിയോ ജോസഫ് ആയി മാമോദീസ സ്വീകരിച്ചത് ദൈവത്തിൻ്റെ ദത്തുമകൻ എന്ന പദവി കിട്ടാൻ വേണ്ടിയാണ്. ഞാനിന്ന് ദത്തുമകനാണ്. എന്നിട്ട് ഒരുപാട് ക്രിസ്ത്യാനികൾ ഇരുന്നിട്ട് മുസ്ലിങ്ങളെ നോക്കിയിട്ട് പറയാം നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് പറയുന്നത്. യഹൂദരെ നോക്കിയിട്ട് പറയാം നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. അവർ സമ്മതിക്കുന്നില്ല അവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചതിൻ്റെ ഒരു കാരണം അവൻ മനുഷ്യനായിരിക്കെ താൻ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടു എന്നതുകൊണ്ടാണ്. അതായത് ഞാൻ ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിനെ കൊന്നവരായ യഹൂദർ, ആ യഹൂദരെ നോക്കിയിട്ട് നിങ്ങൾ പറയുക അവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുപോലെ മുസ്ലിമീങ്ങൾ ഇന്ന് എന്നെ കൊല്ലാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ദൈവത്തിൻ്റെ മോനാണെന്ന് പറയുന്നതുകൊണ്ടാണ്. ആ മുസ്ലിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ പറയും ഇവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവരെ അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പട്ടം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിമകളാണ്. നിങ്ങളെ സ്നേഹിച്ചേ പറ്റൂ, നിങ്ങളും പരസ്പരം സ്നേഹിച്ചേ പറ്റൂ. പക്ഷെ ദൈവത്തിന് മോൻ ഒരുത്തനേ ഉള്ളൂ, യേശു. യേശുവിനെ സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ ദത്തുമക്കളാണ്. മാമോദീസ വഴി അങ്ങേ സുതരാണിവരെന്ന് ഓർക്കണമേ. ഈ ഒരു ബോധ്യം ക്രിസ്ത്യാനികൾക്ക് കിട്ടുമ്പോൾ, എൻ്റെ അപ്പച്ചൻ അമ്മച്ചിക്ക് സഹോദരന് സഹോദരിക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടുന്നത് എന്നാണെന്നറിയോ? ലോകത്തുള്ള സകല മനുഷ്യരിൽ നിന്നും എന്നെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ മോനാണ്, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ പൊന്നോമന കുട്ടനാണ് എന്ന ബോധ്യമാണ്. ഈ ബോധ്യം ഇല്ലാത്ത കാലത്തോളം നമ്മൾ സുവിശേഷവൽക്കരണം എങ്ങനെ ചെയ്യും? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിട്ടപ്പോൾ ചോദിച്ചില്ലേ, ഇന്ത്യയിലേക്ക് ഇസ്ലാം ഉത്ഭവിച്ച കാലത്ത് തന്നെ മുസ്ലിമീങ്ങളും വന്നു, ക്രിസ്ത്യാനിറ്റി ഉത്ഭവിച്ച കാലത്ത് തന്നെ ക്രിസ്ത്യാനിറ്റിയും വന്നു, എന്നിട്ട് ഇന്ത്യയിൽ ഇതുവരെയും സുവിശേഷവൽക്കരണം നടന്നില്ല പൂർണ്ണമായി, എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചോർക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു കാരണം ഇതാണ്, സുവിശേഷവൽക്കരണം നടത്തുന്നവർക്ക് ഇപ്പോഴും സുവിശേഷം എന്താണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടില്ല. ഐ റിപ്പീറ്റ്, സുവിശേഷവൽക്കരണം നടത്തുന്ന ഭൂരിഭാഗം ആളുകൾക്കും, ഐ റിപ്പീറ്റ് ഭൂരിഭാഗം, അല്ലാതെ എല്ലാവർക്കും എന്നല്ല പറഞ്ഞത്, ഇപ്പോഴും സുവിശേഷ വേല എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പ്രസന്റ്ലി നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടി ഹാലലിയോ ഹാലലിയോ ഒക്കെ പറഞ്ഞ് കൈയടിച്ച് മൂക്കൊലിപ്പ് മാറി, തലവേദന മാറി, നടുവേദന മാറി, കുനിഞ്ഞ് നിവർന്ന് ഓടിയെ എന്നൊക്കെ പറയുന്നതാണ് സുവിശേഷ വേല എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പലരും കുറേ രോഗികളെയൊക്കെ ആർട്ടിഫിഷ്യലായി കൊണ്ടുവന്ന് സുഖപ്പെടുത്തുക, ദൈവം എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് മൊബൈലിൽ കാണിക്കുക, ചുമ്മാ കുറേ നേരം ആലലിയ പറഞ്ഞിട്ട് ഏലിയാമ്മയെ ദൈവം തൊടുന്നു, ഔസപ്പിനെ ദൈവം തൊടുന്നു എന്നൊക്കെ വിളിച്ച് പറയുക, ഇതൊക്കെയാണ് സുവിശേഷ വേല എന്ന് കുറേ പേര് വിചാരിച്ചു. എനിക്ക് അഭിഷേകമുണ്ട്, വേറെ ആർക്കും അഭിഷേകമില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിഷേകം അളക്കാൻ വേണ്ടി കുറേ പേര് ഇങ്ങനെ നടന്നു. കുറേ പേര് വിചാരിച്ചു ആ ധ്യാനകേന്ദ്രമാണ് സുവിശേഷ വേല, ഈ ധ്യാനകേന്ദ്രമാണ്, ഈ പള്ളിയാണ്, ആ അച്ഛനാണ്, ആ നൊവേന കേന്ദ്രമാണ്, ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ പറയുന്നത് ഇതൊന്നും തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഒന്നും സുവിശേഷ വേല നടന്നില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് മാരിയോ എല്ലാവരെയും വിമർശിക്കുന്നു, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നു. ഇതിനകത്ത് വിമർശനവും ഇല്ല, കുറ്റപ്പെടുത്തലും ഇല്ല. ചില ബോധ്യങ്ങളും ബോധവൽക്കരണങ്ങളും നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. അതിന് എന്നെ നിങ്ങൾ വെട്ടിക്കൊന്നാലും ഇനിയിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞേ ഞാൻ മരിക്കുള്ളൂ. കാരണം എപ്പോൾ കണ്ണടക്കുന്ന എനിക്ക് ഉറപ്പില്ല. കണ്ണടക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് പറഞ്ഞു തീർക്കണമെന്ന് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതേ ഉള്ളൂ.
ഇതൊന്നും അല്ല സുവിശേഷ വേല. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ കുറേ പേര് വിചാരിക്കുന്നു സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ കുറേ സ്കൂളിൽ നടത്തുക, കുറേ കോളേജ് നടത്തുക, കുറേ യൂണിവേഴ്സിറ്റി നടത്തുക, കുറേ ഹോസ്പിറ്റൽ നടത്തുക, കുറേ ആതുര സേവനം നടത്തുക. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സുവിശേഷ വേലയാവില്ല. പിന്നെ എന്താണ് സുവിശേഷ വേല? ഞാൻ സുവിശേഷം പറയാം. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചനോട്, അമ്മച്ചിയോട്, സഹോദരനോട്, സഹോദരിയോട് ഞാൻ സുവിശേഷം എന്ന് പറഞ്ഞോട്ടെ. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, നിങ്ങൾ ഏത് മതക്കാരനാണെന്ന് എനിക്കറിയില്ല, ഏത് ജാതിക്കാരനാണെന്ന് എനിക്കറിയില്ല, ഏത് കുലമാണെന്ന് എനിക്കറിയില്ല, ഏത് സമുദായമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നിങ്ങളെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അവൻ്റെ പ്രതിമയായ നിങ്ങളെ പടച്ചത്. നിങ്ങളെ ഞാൻ ബഹുമാനിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ ബഹുമാനിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ പട്ടിണി കിടന്നാൽ ഞാൻ ആഹാരം തരും, നിങ്ങൾക്ക് വസ്ത്രമില്ല വസ്ത്രം തരും, നിങ്ങൾക്ക് മരുന്നില്ല മരുന്ന് തരും, നിങ്ങൾക്ക് വീടില്ല വീട് തരും, നിങ്ങൾക്ക് വാഹനമില്ല വാഹനം തരും, ജോലിയില്ല ജോലി തരും, വിവാഹത്തിന് ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം ചെയ്തു തരും. നിങ്ങൾക്ക് വേണ്ട എല്ലാ നന്മയും ഞാൻ ചെയ്യും. കാരണം ദൈവത്തിൻ്റെ പ്രതിമയായ നിങ്ങളെ ഞാൻ ബഹുമാനിച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തെ ബഹുമാനിക്കുന്നു. അതെൻ്റെ ആരാധനയാണ്. പക്ഷേ എനിക്ക് അപ്പച്ചനോട് അമ്മച്ചോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ നിത്യജീവൻ നിങ്ങൾക്ക് കിട്ടുകയോ നിത്യമായ സ്വർഗത്തിൽ നിങ്ങൾ പോവുകയോ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിനൊറ്റ വഴിയേ ഉള്ളൂ. ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ ആ യേശുവിനെ സ്വീകരിച്ചാൽ, യേശുവിനോട് നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ രക്ഷകനെന്ന് ഉള്ളിൽ വിശ്വസിച്ച് അതരം കൊണ്ടൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ദത്തുമോനാകും, നിങ്ങൾ ദൈവത്തിൻ്റെ ദത്തുമോളാകും. അങ്ങനെ ദൈവത്തിൻ്റെ ദത്തുമോനും ദത്തുമോളുമായാൽ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ സകല സ്വത്തിലും ഭൂമിയിലെ സകല സ്വത്തിലും നിങ്ങൾക്ക് അവകാശം ഉണ്ടാവും. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായിരിക്കും. മാത്രമല്ല, അങ്ങനെ അവകാശികളായി മാറിയ മാരിയോ ജോസഫിൻ്റെയും മാരിയോ ജോസഫ് അംഗത്വം എടുത്തിരിക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയിലും അതിൽ തന്നെ ഞാൻ ബിലോങ് ചെയ്യുന്ന സീറോ മലബാർ സഭയിലും ഞങ്ങൾ കൂട്ടായ്മയായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഇതുവരെയും ദത്തെടുക്കപ്പെടാത്ത മനുഷ്യരെടുത്ത് പോയിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവരെ ദത്തെടുക്കുന്ന ജോലിയുടെ പേരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ വേല. ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പച്ചോ, ചേച്ചിയേ, പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ലോകത്തിലുള്ള ഏത് മതക്കാരുടെയും മുമ്പ് പോയിട്ട് പറയാൻ പറ്റണം, നിങ്ങളെ എനിക്കിഷ്ടമാണ്, കാരണം ദൈവത്തിൻ്റെ പ്രതിമകളാണ്. നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റൂ, ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റൂ. നിങ്ങളെ നിന്ദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ദൈവാരാധന പൂർത്തിയാവില്ല, എനിക്കൊരിക്കലും ദൈവത്തെ ബഹുമാനിക്കാനും പറ്റില്ല. എനിക്കെല്ലാം ഇഷ്ടമാണ്. നിങ്ങളും എല്ലാവരെയും പരസ്പരം സ്നേഹിക്കണം കേട്ടോ, ഏകോദര സഹോദരങ്ങളായി ജീവിക്കണം. പക്ഷേ ഒരു നിത്യജീവനുണ്ട്, മരണാനന്തരം കിട്ടുന്ന ഒരു മരണസ്മരണയെക്കുറിച്ച് പറയണം. ആ നിത്യജീവൻ കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ഏകപുത്രൻ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ആ പുത്രനെ നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ ആ പുത്രനെ സ്വീകരിച്ചിട്ട് ഞാനിപ്പോൾ ദൈവത്തിൻ്റെ ദത്തുമോനാണ്. ഞാനിപ്പം മരിച്ചാൽ റോമ 8:1 ആകയാൽ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവന് ശിക്ഷാവിധിയില്ല. ഞാനിപ്പം മരിച്ചാൽ ശിക്ഷാവിധിയില്ലാതെ നിത്യജീവൻ കിട്ടും. അമ്മച്ചിക്കും കിട്ടണ്ടേ, അപ്പച്ചനും കിട്ടണ്ടേ, ചേട്ടന് കിട്ടണ്ടേ, അനിയന് കിട്ടണ്ടേ, അനിയത്തിക്ക് കിട്ടണ്ടേ? അതിന് നിങ്ങളൊരു കാര്യം ചെയ്യും, യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് സുവിശേഷമല്ല. അങ്ങനെ യേശുവിനെ സ്വീകരിച്ചവരുടെ കൂട്ടായ്മ പരിശുദ്ധ സഭ. അപ്പോൾ സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ചേർച്ച് എക്സിസ്റ്റ് ടു ഇവാഞ്ചലൈസ് എന്നാണ്. സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്ന് പരസ്പരം തിരിച്ചറിയുക. നമ്മൾ ദൈവത്തിൻ്റെ ദത്തുമക്കളാണ്, അവൻ്റെ രക്തശരീരം ഭക്ഷിച്ച് അവൻ്റെ രക്തബന്ധുക്കളാണ്. ഈ കൂട്ടായ്മയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കലാണ് സുവിശേഷ വേല. അതിനെല്ലാവരും ഓൾറെഡി ദൈവത്തിൻ്റെ മക്കളാണെന്നും പറഞ്ഞ് ഈ തത്വമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഈ ജന്മത്തിൽ സുവിശേഷ വേല നടത്തില്ല. ഐ റിപ്പീറ്റ്, എല്ലാവരും ഓൾറെഡി ദൈവമക്കളാണെന്ന് നമ്മൾ പ്രസംഗിച്ച് നടന്നാൽ, നമ്മൾ വിശ്വസിച്ചും നടന്നാൽ ഈ ജന്മത്തിൽ നമ്മൾ സുവിശേഷ വേല ചെയ്യില്ല. പിന്നെ ചെയ്യുന്നത് ആതുര സേവനമാണ്. അതാർക്കും ചെയ്യാം, എപ്പോഴും ചെയ്യാം, എവിടെയും ചെയ്യാം. അത് ആതുര സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മതത്തിൻ്റെ കീഴിൽ വരണ്ട. നല്ല രാഷ്ട്രീയക്കാരനായിട്ട് ആതുര സേവനം ചെയ്യാം, നല്ല ബിസിനസ്സുകാരനായി നിന്നിട്ട് ആതുര സേവനം ചെയ്യാം. അതിന് നമ്മളൊരു റിലീജിയസ് ഐഡൻറ്റിറ്റി കൊടുത്തിട്ട് ആതുര സേവനം ചെയ്യേണ്ട കാര്യമില്ല. ആതുര സേവനത്തിൻ്റെ കൂടെ നമ്മൾ കർത്താവിനെയും കൂടെ കൊടുക്കുമ്പോഴാണ് പൂർണ്ണമായി നമ്മൾ ക്രിസ്ത്യാനിയായി മാറുന്നത്, വിശ്വാസം തലമുറകൾക്ക് കൈമാറാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, മാരിയോ ബ്രദറെ, താങ്കൾ പറഞ്ഞതെല്ലാം കൊള്ളാം, പക്ഷേ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള പ്രസംഗം ഞങ്ങൾ പള്ളിയിൽ കേട്ടിട്ടുണ്ട്, ധ്യാന കേന്ദ്രത്തിൽ കേട്ടിട്ടുണ്ട്, അതൊക്കെ തെറ്റാണോ? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ആരെയും വിധിക്കാൻ ഞാൻ ആളല്ല. ലോകത്തിലുള്ള ഒരു പ്രഭാഷകരെയും ഞാൻ വിധിക്കുന്നില്ല. ഞാൻ എൻ്റെ അനുഭവം, എൻ്റെ അറിവും നിങ്ങളോട് പങ്കിടുന്നു. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറാണ്. ഇനിയല്ല തെറ്റാണെന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ പോലും സഭാ അധികാരികൾ എന്നോട് ഇന്നത് തിരുത്തണമെന്ന് പറഞ്ഞാൽ തിരുത്താനും ഞാൻ റെഡിയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഒരു പക്ഷേ ശാത്താനിൽ നിന്ന് ഉത്ഭവിച്ചതാണോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ, ഞാൻ വിധിക്കുന്നില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. തോന്നാനുള്ള കാരണം പറയാം. ശാത്താൻ്റെ അടിസ്ഥാന ലക്ഷ്യം കത്തോലിക്ക സഭയെ തകർക്കുക എന്നുള്ളതാണ്. സഭയുടെ കെട്ടുറപ്പിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ലക്ഷ്യം. ഇതിനു വേണ്ടി ശാത്താൻ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് സഭയെ ഒന്ന് തകർക്കുക, സഭയുടെ കെട്ടുറപ്പ് പൊളിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കുകയാണ്. ഈ ആലോചനയിൽ ശാത്താന്മാർ ഡിസ്കസ് ചെയ്തിട്ട് എടുത്തൊരു തീരുമാനം ഇങ്ങനെ ആയിക്കൂടെ, ക്രിസ്ത്യാനികൾ പൊതുവെ കരുണയുള്ളവരാണ്. ലോകത്ത് എവിടെ നോക്കിയാലും കാരുണ്യത്തിൻ്റെ മുഖം മറ്റേത് മതക്കാരെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾക്കാണ്. അത് ഞാൻ പിന്നീടൊരു എപ്പിസോഡിൽ ഹെസദിനെ കുറിച്ച് വ്യാഖ്യാനിക്കും. ഹെസദ് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നുണ്ട്, നിഷ്കാമ കർമ്മം എന്ന ഗീതയുടെ തത്വം വെച്ചിട്ട്. അത് പിന്നീടൊരു എപ്പിസോഡിൽ എടുക്കാം നമുക്ക്, കേട്ടോ. അപ്പം ഈ കാരുണ്യം, ക്രിസ്ത്യാനികൾക്ക് കരുണ കൂടുതലുള്ളതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പ്രത്യേകത എന്താ? ക്രിസ്ത്യാനികളോട് ചെകുത്താൻ വന്നിട്ടൊരു പ്രസംഗം അങ്ങോട്ട് നടത്തി. എൻ്റെ ഊഹം. ചെകുത്താൻ വന്ന പ്രസംഗം ഇങ്ങനെയാണ്: ക്രിസ്ത്യാനികളുടെ കരുണയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് സഭയെ തകർക്കണം. അതിനുള്ള പണി നമുക്കൊരു പുതിയ പ്രബോധനം നടത്താം. ഒറ്റ ദൈവമേ ഉള്ളൂ, അതെല്ലാവരും വിശ്വസിക്കും. ഒറ്റ ദൈവമേ ഉള്ളൂ, സത്യമാണ്, ഒറ്റ ദൈവമേ ഉള്ളൂ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആ ദൈവത്തിൻ്റെ മക്കളാണ്. ഹിന്ദു, മുസ്ലിം, ബുദ്ധ, ജൈന എല്ലാവരും ആ ദൈവത്തിൻ്റെ മക്കളാണ്. ഭൂമിയാണ് തറവാട്. ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഇത് ഏറ്റുപിടിക്കും. കാരണം എന്നാ, എല്ലാവരും ചേട്ടാനിയന്മാരെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പീസ് ഉണ്ടാകും. അതായത് ഭൂമിയിൽ മൊത്തം സമാധാനം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും നമ്മുടെ ചേട്ടാനിയന്മാരാണെന്ന് വിശ്വസിക്കണം. പാകിസ്ഥാൻകാരൻ എൻ്റെ ചേട്ടാനിയനാണ്, അഫ്ഗാനി എൻ്റെ ചേട്ടാനിയനാണ്, ആഫ്രിക്കൻ എൻ്റെ ചേട്ടാനിയനാണ്, യൂറോപ്യൻ എൻ്റെ ചേട്ടാനിയനാണ്, മിഡിൽ ഈസ്റ്റേൺ എൻ്റെ ചേട്ടാനിയനാണ്, ലോകത്ത് എവിടെ ചെന്നാലും എല്ലാവരും എൻ്റെ ചേട്ടാനിയന്മാരാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ ഗ്ലോബൽ പീസ് എളുപ്പത്തിലുണ്ടാവില്ല, ലോകസമാധാനം. അപ്പോൾ ലോക സമാധാനം കാംക്ഷിക്കുന്ന ക്രിസ്ത്യാനിയുടെ അടുത്ത് ചെകുത്താൻ വന്നിട്ടൊരു പ്രഭാഷണം നടത്തുകയാണ്. ഒറ്റ ദൈവമേ ഉള്ളൂ, ഭൂമിയാണ് തറവാട്, സകല മനുഷ്യരും ആ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ ഏത് രൂപത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഒരേ ദൈവത്തെ ആരാധിക്കുന്ന, നിങ്ങൾ ഇതിൽ സഞ്ചരിച്ചാലും ഒരേ ദൈവത്തിൽ എത്തിപ്പെടും എന്നൊക്കെ ചെകുത്താൻ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നി, ഇത് നല്ല ഐഡിയ ആണല്ലോ, ലോകത്തിൽ സമാധാനം ഉണ്ടാവുമല്ലോ, നമുക്കും ഇത് പ്രസംഗിക്കാമെന്ന് തോന്നി. നമ്മളും ഏറ്റുപിടിച്ച് പ്രസംഗിച്ചതാണ് ഒറ്റ ദൈവമേ ഉള്ളൂ, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്, അതുകൊണ്ട് എല്ലാവരും പരസ്പരം സ്നേഹിക്കണം, ലോകത്ത് സമാധാനം ഉണ്ടാകണം എന്ന നല്ല ഉദ്ദേശം തന്നെയാണ് പള്ളിയിലും ഒക്കെ പ്രസംഗിച്ച മഹാന്മാരുടെ നല്ല ഉദ്ദേശം. അത് ആത്മായരാകാം, വൈദികരാകാം, പിതാക്കന്മാരാകാം, ആര് പ്രസംഗിച്ചാലും അവർ ചെയ്തത് നല്ല ഉദ്ദേശത്തോടെയാണ്. പക്ഷെ ഇതുകൊണ്ടുണ്ടായ ഒരു അപകടമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും നമ്മുടെ ചേട്ടാനിയന്മാരെന്ന് ചിന്തിച്ചപ്പോൾ ക്രിസ്ത്യാനിയായ പിള്ളേർ മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും നിരീശ്വരവാദികളെയും വിവാഹം കഴിക്കാൻ തുടങ്ങി. രാവിലെ ഇവർ ചർച്ചിൽ പോകും, ഉച്ചയ്ക്ക് ഇവർ മസ്ജിദിൽ പോകും, വൈകുന്നേരം ഇവർ ടെമ്പിളിൽ പോകും, പിറ്റേന്ന് ഇവർ ഇഷ്ടമുള്ളിടത്ത് പോയി ആരാധിക്കാൻ തുടങ്ങി. കാരണം ഏത് രൂപത്തിലായാലും ഒറ്റ ദൈവമല്ലേ ഉള്ളൂ, ഏത് ദൈവത്തിൻ്റെ പേര് വിളിച്ചാലും അതെല്ലാം ഒരു ദൈവത്തിനല്ലേ പോയി ചേരുന്നത് എന്ന ഒരു പ്ലൂറലിസം, ഒരു സെക്യുലർ കൺസെപ്റ്റ് സഭയിലെ ആളുകളിൽ കയറി പിടിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ പിള്ളേർക്കെല്ലാം തോന്നിയതുപോലെ ആരാധനക്രമം ഉണ്ടായി, തോന്നിയതുപോലത്തെ വിവാഹമുണ്ടായി, കൂദാശ ജീവിതത്തിൽ നിന്ന് ഇവർ മാറിപ്പോയി. ഇപ്പം നമ്മുടെ മക്കൾക്കൊരു കൂദാശ ജീവിതമില്ലാതെ ഒരു സെക്യുലർ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റു മതക്കാർ ഇവരെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയുന്നതിലും കൂടുതൽ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കാത്തതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് മാരിയോ. ഐ റിപ്പീറ്റ്, 27,000 മുതൽ ഒരു 30,000 40,000 ക്രിസ്തീയ ചെറുപ്പക്കാർ ലവ് ജിഹാദിൽ കുരുങ്ങി മറ്റു മതത്തിലേക്ക് പോയതിൻ്റെ കാരണം ഒരു സെക്യുലർ കൺസെപ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു മതത്തിലേക്കോ ഒരു അട്രാക്ഷൻ നമ്മുടെ മക്കൾക്ക് വരാനുള്ള കാരണം അത് മറ്റു മതക്കാരെ എൻഡൈസ് ചെയ്ത് കൊണ്ടുപോയി എന്നതിനേക്കാൾ ഉപരി ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ല, ഇല്ലെന്ന് കേട്ടോ, എന്നോട് ദേഷ്യപ്പെടരുത്, ചെയ്യുന്നുണ്ട്, ടാർഗറ്റഡ് ആയിട്ട് അവരത് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അതിൽ നമ്മുടെ മക്കൾ കുരുങ്ങിപ്പോകാനുള്ള കാരണം നമ്മളുടെ മക്കൾക്ക് നമ്മുടെ വിശ്വാസം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആരാണ് ദൈവമക്കൾ, എങ്ങനെയാണ് ദൈവമക്കളാകുന്നത്, ആരാണ് ദൈവത്തിൻ്റെ പ്രതിഭകൾ, ബാക്കി മനുഷ്യരൊക്കെ ആരാണ്, ക്രിസ്തുവും ഞാനുമായുള്ള ബന്ധമാണ്, ക്രിസ്തു എന്തിനാണ് വന്നത്, സഭയുടെ പഠനം എന്താണ്, ഒന്നും മനസ്സിലായിട്ടില്ല. കുറേ പിള്ളേർക്ക് ബുദ്ധിപരമായി അത് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇമോഷണലി മനസ്സിലായിട്ടില്ല. കുറേ പേർക്ക് ബുദ്ധിപരമായും ഇമോഷണലിയും മനസ്സിലായിട്ടുണ്ടെങ്കിലും അത് കൺവിൻസ്ഡ് ആയിട്ടില്ല, വേരുപാകിയിട്ടില്ല. അത് വേരുപാകാത്തതിൻ്റെ കാരണം നമ്മളുടെ അടിസ്ഥാന മതബോധന പഠനങ്ങളിലുള്ള ക്ലാരിറ്റി കുറവ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് നീണ്ടുപോയി.
ഞാൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത്. അതിൽ ഞങ്ങൾ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും നീണ്ടുപോയത്. ഇത് തുടരും. പിതാവേ എന്നുള്ള അർത്ഥം പറഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് വീണ്ടും വരുണ്ടോ. ഈ ഒരു നോമ്പുകാലം ഉണ്ടല്ലോ, അതായത് ഈ 2024 ഡിസംബർ നമ്മൾ ശരിക്കും ധ്യാനിക്കാൻ പോവാണ്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ വേരിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോവാണ്. ഇപ്പോൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്കിതിൽ ഒരുപാട് സംശയങ്ങൾ വന്നേക്കാം. ആ സംശയങ്ങളൊക്കെ കമൻ്റായി ഇട്ടോളൂ. തീർച്ചയായും സമയം കിട്ടുമ്പോൾ ഞാൻ വായിച്ചിട്ട് ഓരോ ക്ലാസ്സിൽ അതിനുള്ള വ്യാഖ്യാനങ്ങൾ തന്ന് തീർച്ചയായും പോകും. ഏതായാലും കാറ്റക്കിസം ഒന്നും ഇനിയിപ്പം പോയി പഠിക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡി, അതും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക ആശയങ്ങളിൽ നിന്ന് മാത്രം നിന്നുകൊണ്ട് ഒരു ബൈബിൾ സ്റ്റഡി നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ് ഫിലോക്കാലിയ ഫാമിലി അക്കാഡമിയിൽ നിന്നും. അയ്യോ, അത് പറയാൻ മറന്നുപോയല്ലോ. ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി എന്താണെന്ന്. നമുക്കിഷ്ടംപോലെ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ കുടുംബത്തിന് വേണ്ടി സ്പെഷ്യലായി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി ഫോർമേഷൻ നടത്തുന്നൊരു സ്ഥലം, ടീനേജേഴ്സിന് സ്പെഷ്യലായിട്ട്, യൂത്തിന് സ്പെഷ്യലായിട്ട്, വിവാഹത്തിന് ഒരുങ്ങുന്ന മാരേജ് പ്രിപ്പറേഷൻകാർക്ക് പ്രത്യേകിച്ച്, വിവാഹം കഴിച്ചവർക്ക് പ്രത്യേകിച്ച്, വിവാഹം കഴിച്ചിട്ട് ഒരു 25 വർഷം കഴിഞ്ഞ അപ്പച്ചൻ അമ്മച്ചിമാർക്ക് എന്ന് പറഞ്ഞാൽ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടവർക്കൊക്കെ വേണ്ടി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഫിലോക്കാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രം. അതൊരു മതാത്മകതയല്ല അവിടെ, അത് സെക്യുലറാണ്. അവിടെ ഏത് മതക്കാർക്കും വരാം. പക്ഷെ കുടുംബം സ്വർഗ്ഗതുല്യമാക്കിയിട്ട്, എന്താ പറയുക, ഈ ഭൂമിയിലെ കുടുംബം ഇച്ചിരി ഹാപ്പി ആയിട്ട് പോരെ, മേളത്തെ സ്വർഗ്ഗം എന്താണെന്നൊക്കെ പരതാൻ. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിതം അല്പം സന്തോഷകരമായി ആക്കാനുള്ള സൈക്കോ സ്പിരിച്വാലിറ്റി മിക്സ് ചെയ്ത അറിവാണ്. അത് മാരിയോ മാത്രമല്ല, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ നമുക്ക് വന്ന് ക്ലാസ് എടുത്ത് തരുന്ന, കൗൺസിലിംഗ് നൽകുന്ന സൂപ്പർ ഒരു സ്ഥലമാണ്. ഇപ്പം നമുക്ക് ഈ ഡിസംബറിലുണ്ട് ഈ ഡിസംബർ 27-28 റെസിഡൻഷ്യലായിട്ട് പിള്ളേർക്ക് വേണ്ടി, അതായത് ഓർമ്മ ശരിയാണെങ്കിൽ 13 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള ടീനേജേഴ്സിന് വേണ്ടിയാണ് സ്പെഷ്യൽ വെച്ചിരിക്കുന്നത്. 100 പേർക്കുള്ള അക്കോമഡേഷന് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അക്കോമഡേഷനിൽ വൈകുന്നേരങ്ങളിൽ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് പിള്ളേരെ കൊണ്ട് തന്നെ ചിക്കനൊക്കെ, എന്താ പറയുക, ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി, അവർക്ക് കുളിക്കാനുള്ള നാച്ചുറൽ തോടുണ്ട്, അവർ ട്രക്കിങ്ങിന് പോകാനുള്ള മല ഏരിയ ഒക്കെ ഉണ്ട്. വളരെ മനോഹരമായ എൻ്റർടൈൻമെൻറ്റോടുകൂടെ ഒരു ഡീപ്പ്, എന്താ പറയുക, ഒരു മോറൽ എത്തിക്കൽ ലൈഫ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ സ്പിരിച്വൽ, ഇറ്റ് ഈസ് സെക്യുലർ. എല്ലാ മതക്കാർക്കും പങ്കെടുക്കാവുന്നതാണ്. അത് അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒന്ന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നോമ്പുകാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വളരെ ആഴമായി നമ്മളുടെ വിശ്വാസം എന്തെന്ന് പഠിക്കാൻ പോവാണ്. അതിനെനിക്ക് നിങ്ങളുടെ ഒരു ചെറിയ സഹായം ആവശ്യമുള്ളത്, ഈ ക്ലാസ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സുകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് കാണും, നിങ്ങൾക്ക് പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് കാണും. എവിടെയൊക്കെ ഗ്രൂപ്പുണ്ട് അവിടെയൊക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആരെയും വിമർശിക്കുന്നൊന്നുമില്ല. ചില സത്യങ്ങൾ തുറന്നു പറയുന്നു, ചിലർക്കത് വിഷമാവുന്നു. ഐ എം സോറി, ഞാനത് ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇനിയും ഇത് മുന്നോട്ട് ഇങ്ങനെ പോകാതെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. വീണ്ടും പറയുന്നു, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവിൻ്റെ ഞങ്ങൾ എന്നൊരു വാക്കിൻ്റെ പകുതി വ്യാഖ്യാനിച്ചിട്ടേ ഉള്ളൂ. ബാക്കി അടുത്ത എപ്പിസോഡിലായിരിക്കും വ്യാഖ്യാനം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് തീർച്ചയായും ഇടാം. ഇനി അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്കിടാം. വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ആരും വിളിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി എങ്ങാനും എന്തെങ്കിലും തിരക്കിൽ അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ ഹാർഷായി സംസാരിച്ചു പോകും. അത് വീണ്ടും ഒരു ആന്തരിക മുറിവിന് കാരണമാകും. അതുകൊണ്ട് വാട്സപ്പിൽ വോയിസ് ഇടാൻ മാത്രം ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നു. ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.